കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ 575 രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ സംഗമിപ്പാൻ കർത്താവ് നൽകിയ സാവകാശങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നിരന്തരമായി നമ്മുടെ ഓൺലൈൻ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു സമയമാണെന്ന് ഗ്രഹിച്ച് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ബുധൻ, വ്യാഴം, വെള്ളി, ഇന്ന് 4ാമത്തെ ദിവസമാണല്ലോ. ദൈവാത്മാവ് നമുക്ക് നൽകുന്ന നിയോഗങ്ങളൊന്നും വെറുതെയല്ല. ഞാൻ പ്രത്യേകം ഓർപ്പിച്ചിരുന്നു, പ്രത്യേകമായിട്ട് ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുവെന്ന്. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കും, അറിയുന്നുണ്ടായിരിക്കും. ദൈവം ഇതെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മളെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കുന്നത്. പ്രത്യേകം ഞാൻ പറഞ്ഞു, ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സമയം ക്രമീകരിച്ചിട്ടില്ല. ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ സൂമിന് വേണ്ടി പ്രാർത്ഥിക്കണം, മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ ദാരുണമായ അവസ്ഥകളാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ ഭയങ്കര ഭയാനകമായ സംഭവങ്ങൾ നടക്കുന്നു. കൂട്ടമായിട്ട് വ്യക്തികളെ കാണാനില്ല. പല സ്ഥലങ്ങളും വെള്ളത്തിന്റെ കീഴിലാണ്. നമ്മൾ സമയമെടുത്ത് പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണിത്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എല്ലാവരും അങ്ങനെയുള്ള വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കായിട്ടുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചേന്. നമുക്ക് വരും ദിവസങ്ങളിൽ, വരും സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങളെ അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ ഇന്ന് രാത്രി നമ്മൾ വീണ്ടും ദൈവവചന സമയത്തിന്, ദൈവവചന ശുശ്രൂഷിക്കായിട്ട് നമ്മൾ സമയം വേർതിരിക്കുകയാണ്. നാളെ രാവിലെ നമ്മുടെ ആരാധന രാവിലെ 8 മണിക്ക് ബാലഭവനിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാലഭവനിൽ വെച്ച് ആരാധനയുണ്ട് നാളെ രാവിലെ. ഒരു തടസ്സവും ഇപ്പോഴില്ല. എന്തെങ്കിലും തടസ്സങ്ങൾ രാത്രി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാലത്തത് ചർച്ച് ഗ്രൂപ്പിനകത്ത് ഇടുന്നതായിരിക്കും. രാവിലെ 8 മണിക്ക് തന്നെ അവിടെ വെച്ച് നമ്മുടെ ആരാധന സെക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് തുടർന്ന് നമുക്ക് കർത്താവിന്റെ വചനത്തിൻപിലായിരിക്കാം. നാളെ രാത്രി കർത്താവിന്റെ ദാസൻ സൈമൺ ഏലപ്പാറ നമ്മുടെ നടുവിൽ ശുശ്രൂഷകൾക്കായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ ടോണി പാഷ കർത്താവ് നമ്മുടെ നടുവിൽ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ നടുവിൽ അയക്കുകയും ദൈവിക പുത്രത്വം എന്ന വിഷയം സംബന്ധിച്ച് വളരെ ആഴമായ കുറെ കാര്യങ്ങൾ നമ്മളെ ദൈവാത്മാവ് പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റുകയല്ല. നമ്മുടെ അകത്തെ കർത്താവ് അത് പകർത്തുകയായിരുന്നു, നമ്മിലേക്ക് അത് പകരുകയായിരുന്നു. നമ്മൾ കുറെ മാസങ്ങളായിട്ട് പഠിച്ചു വന്നിരുന്ന ഭാഗങ്ങളുടെ തുടർച്ചയായി പുത്രത്വത്തിലേക്ക് കർത്താവ് നമ്മെ നടത്തുന്ന ആഴമേറിയ വചസ്സുകൾ, ആഴമേറിയ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് പകർത്തുകയാണ്. പലർക്കും ആ വചസ്സുകൾ, അല്ല ആ വാക്യങ്ങൾ, ആ വചനങ്ങൾ, ആ ശുശ്രൂഷകൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമ്മൾ ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ ദാസൻ നമുക്ക് വളരെ വിരളമായിട്ടാണ് നമ്മുടെ നടുവിൽ കിട്ടുന്നത്. താൻ വളരെ തിരക്കുകളുടെ നടുവിലൊക്കെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇനി ടൈം ഒട്ടുപോലും കളയാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കഴിയുന്നതൊക്കെ നിങ്ങൾ വീഡിയോകൾ ഓൺ ചെയ്ത് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുക. നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ആ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ നിങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങനെ പ്രയാസങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോകൾ ഓൺ ചെയ്ത് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കാളികളാകുക. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോണി ഫ്രാൻസിസിനെ ഞാൻ വളരെ സ്നേഹത്തോടെ കരങ്ങളെല്ലാം ഉയർത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദാസൻ നമുക്ക് ഈ ശുശ്രൂഷകൾക്കായിട്ട് സ്വാഗതം ചെയ്യാം. പുത്രത്വം എന്ന വിഷയം കർത്താവിന്റെ ദാസൻ നമ്മുടെ നാട്ടിൽ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്ന് കർത്താവിന്റെ ദാസൻ നമ്മുടെ ശുശ്രൂഷിക്കും. കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ശലോം ശലോം. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും കൃപയും സമാധാനവും അധികമായി ഉണ്ടാകട്ടെ. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഫെലോഷിപ്പിലേക്ക് വീണ്ടും കടന്നു വരാൻ കൃപ ചെയ്ത സർവശക്തനായ യേശു ക്രിസ്തുവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. വിശേഷാൽ ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന സജി പാസ്റ്ററിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒത്തിരി നന്ദി പറയുന്നു, പാസ്റ്ററിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ കർത്താവിൻ്റെ പ്രസൻസിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. നിങ്ങളെല്ലാവരും ഇപ്പോൾ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ ഒരുക്കിക്കുകയും താങ്ക് യു ജീസസ് ലാബ്രഹാമാസിയ റേബിയ റബക്ഷസ്ക്ലോ ഹേറ്റിയ റബൽ റമാസിയാം ടെരീം. കുറച്ചു നേരം ആത്മാവിൻ്റെ ഭാഷകളിൽ നിങ്ങൾ സംസാരിച്ച് റേഷസ് ഗ്ലോറിയ
Rebetia Rabaushas glory. Gracious glow, Rehentesia, Prabalaham Shaskia, Telaha, Prabalaham Shaskia. അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന അങ്ങയുടെ ജീവനുള്ള വചനം അത് ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ, ആത്മാവിന് ജീവനായി മാറുവാൻ, ആ വചനത്തിൻ്റെ ജീവൻ ഓരോരുത്തരിലും വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റാൽഹമ ഷേഠി ജഗൽ ഖലബ, ഞാനിപ്പോൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. യാ ഹൽ ഹസീ റഹീം ഷഹാ സിയാം ടോറി. Yes, we praise you, Papa. We praise you, Papa. We praise you, Papa. Thank you, Lord. We praise you. Thank you, Jesus. Ralham Shekuri Amteri. Lord, Lehi Shekaski Anteri, Rabal Kazi Anteri. Thank you, Lord Jesus. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ ലിനി എന്ന് എഴുതിയ, ലിനി എന്നുള്ള ഡിവൈസിൽ ഇരിക്കുന്ന സിസ്റ്ററിനെ പരിശുദ്ധാത്മാവ് തൊടുന്നത് ഞങ്ങൾ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ലബാഖാസിയാം ടോറി ഷബാലഹസിയ, ആ ലിനി എന്ന ഡിവൈസിലുള്ള സിസ്റ്റർ യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഒരു ആത്മാവിൻ്റെ പുതുക്കം ഇന്ന് നിങ്ങളുടെ മേൽ കൈമാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. റേഹാസിയ, ഞാൻ ഒരു വിഷൻ ഇങ്ങനെ കാണുന്നു. ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ, നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ നിൽക്കുന്ന ചിലതിനെ കർത്താവ് അത് ഫലം ഉള്ള വൃക്ഷമാക്കി മാറ്റുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിർജീവമായി കിടക്കുന്ന ചിലത് ജീവൻ പ്രാപിക്കുന്നു. റൽഹമ ഷെഖേഴിയാം ടെരി, റൽഖാസിയാം ടെരി, റബാഖാസിയാം ടെരി. നിങ്ങളുടെ ക്ലൈമറ്റിനെ, നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിനെ പരിശുദ്ധാത്മാവ് തിരിക്കാൻ പോകുകയാണ്. Thank you, Lord. Yes, thank you, Lord Jesus. Ralkhama Shekuriam Tere. നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിനെ, നിങ്ങളുടെ സാഹചര്യത്തെ കർത്താവ് മാറ്റാൻ പോകുക. കർത്താവിനോട് പറയുന്നു, എൽഖസിയ, പലരും പറഞ്ഞു നാറ്റം വെച്ചു, ഇനി പുറത്തു വരത്തില്ല, ഇനി യേശു വന്നിട്ട് കാര്യമില്ല, ഇനി ലാസറിൻ്റെ ലൈഫിൽ ഒരു വിടുതൽ നടക്കത്തില്ല. എന്നാൽ ഇന്ന് കർത്താവിനോട് പറയുന്നു, വിടുതൽ നടക്കത്തില്ല എന്ന് ചിന്തിച്ച വിഷയത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തുപോയി, അത് മാറ്റിവെച്ച വിഷയത്തിനകത്തുനിന്നൊരു ദൈവപ്രവൃത്തി നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇടതുകരത്തെ കർത്താവ് തൊടുകയും അതിൻ്റെ ആ സൈഡിൽ കർത്താവിൻ്റെ സൗഖ്യം വെളിപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതകരമായ അഭിഷേകത്തെ, ദൈവശക്തിയെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ കർത്താവ് ഉറപ്പുള്ളവളാക്കി, ധൈര്യമുള്ളവളാക്കി മാറ്റി. ചിലതിനെ ഫേസ് ചെയ്യാനുള്ള കൃപ കർത്താവ് നിങ്ങളുടെ മേൽ തരും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഫിനാൻഷ്യൽ മേഖലകളിൽ കർത്താവ് ബ്ലസ് ചെയ്യിപ്പിക്കും. ഫിനാൻഷ്യൽ മേഖലകൾ കർത്താവ് അനുഗ്രഹിക്കും. അതുമാത്രമല്ല, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ താങ്ക് യു ലോർഡ് ജീസസ്. റാൽഖസി, നിങ്ങൾ രാജ്യത്തിനൊരു അനുഗ്രഹമായി മാറും. ഒരു ബ്രിഡ്ജ് പോലെ ഇന്ത്യയും മറ്റു രാജ്യവുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രിഡ്ജ് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർത്തും. താങ്ക് യു ലോർഡ്. ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള അനോയിന്റിംഗ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരും. താങ്ക് യു ലോർഡ് ജീസസ്. റാൽഖസിയ പ്രബംറ്റിയ റേഷസ് ഗ്ലോറിയ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ ദൈവപ്രവർത്തികൾ നടക്കുന്നു. കർത്താവേ, ഞാനത് പറഞ്ഞ് ബ്ലസ് ചെയ്യുമ്പോൾ ഒരു ദൈവശക്തി നിന്റെ മകളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ എല്ലാവരും പ്രാർത്ഥിച്ച് അറ്റ്മോസ്ഫിയർ മാറുന്നത് തന്നെ കർത്താവ് കാണിക്കുന്നു. കർത്താവ് ഓരോരുത്തരുടെ മേലും ആ ദൈവ സാന്നിധ്യം പകരട്ടെ. ആത്മാവിന്റെ പകർച്ച ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ റീബ എന്ന ഡിവൈസിലുള്ള സിസ്റ്റമേൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മപകർച്ച അവിടെ നടക്കട്ടെ, ഒരു ആത്മപകർച്ച സംഭവിക്കട്ടെ. കർത്താവിനോട് പറയുന്നു, ചില പ്രിസ്ക്രിപ്ഷനുകൾ ചില ഡോക്ടർമാർ എഴുതി തന്നതിനെ കർത്താവ് തിരുത്താൻ പോവുകയാണെന്ന്. യെസ് ലോർഡ്, നിങ്ങൾക്ക് എതിരെ എഴുതി തന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് തിരുത്താൻ പോകുക. ഇപ്പോൾ തന്നെ യേശുവിന്റെ കരം നിങ്ങളുടെ മേൽ തൊടുന്നു. ഒരു അത്ഭുത സൗഖ്യം നിങ്ങളുടെ മേൽ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ഭയത്തിനകത്തു
നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. യേശുവേ, വചനം പറയുന്നു മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുമെന്ന വചനം പറയുന്നത് പോലെ കുടുംബത്തിനകത്ത് ചില ദൈവപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കുന്ന ഒരു കാഴ്ച യേശുവിന്റെ നാമത്തിൽ. തോമസ് പറഞ്ഞു അവനോട് കൂടെ മരിക്കേണ്ടതിന് നമ്മൾക്കും പോകാമെന്ന് പറഞ്ഞു. മരണം കാണാൻ ഇറങ്ങി തിരിച്ച തോമസ് കണ്ടത് അവൻ ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ. അങ്ങനെ ചില ഉയർത്തെഴുന്നേൽപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ഡിക്ലെയർ ചെയ്യുന്നു. ഞാനത് പറയുമ്പോൾ ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു സിസ്റ്ററെ, ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ലഖാസിയ റബച്ചിയാം ധരൽപ്രഭ ലഖസിയാം തെരെ റേഷസ് ഗ്ലോറിയ റമറ്റേരിയ ലേബ്രഹാമ ഷെഹോ ഹോ ഹോ. റിസീവ് ദ പവർ ഓഫ് ഹോളി ഗോസ്റ്റ്, റിസീവ് ദ പവർ ഓഫ് ഹോളി ഗോസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ ആത്മാവിന്റെ ശക്തി ഞാൻ കാണുന്നു. റിസീവ് ദ പവർ, റിസീവ് ദ പവർ. Lord Jesus, Lekashiyam, Therima, Zalkariam, Shegaski, Rekesiya. Kartave, thank you, Lord Jesus. ഞാനത് പറഞ്ഞ് ബ്ലസ് ചെയ്യുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഡിവൈസിലുള്ള ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു. ഇവരെ സ്പിരിച്വൽ റിലം ഓപ്പൺ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇവരുടെ സ്പിരിച്വൽ റിലം ഓപ്പൺ ആകട്ടെ. താങ്ക് യു ജീസസ്. റാഖ ഷമാസി റെബറ്റിയ അർഹൽ പ്രഭ വേർഡിനെ പ്രാപിക്കുന്ന ഒരു റിലം ഇവരുടെ മേൽ ഓപ്പൺ ആകട്ടെ. ക്രൈസ്റ്റ് ഇവരുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. താങ്ക് യു ലോർഡ്. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ ഡെബോറ ഉമേഷ് എന്നെഴുതിയ ഡിവൈസിലുള്ള സിസ്റ്റർ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ കാണിക്കുന്നു. നീ ചിലത് ടെസ്റ്റുകൾ പാസ്സാകുന്നത് പോലെ, ചില പ്രൊമോഷനുകൾ നിന്റെ ലൈഫിൽ വരുന്നത് പോലെ, ഡെബോറ ഉമേഷ് എന്നുള്ള ഡിവൈസിലുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില പൊസിഷനുകൾ നിന്റെ ജീവിതത്തിൽ വരുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫെബ്രുവരി ഒരു ബ്രേക്ക് ത്രൂ പോലെ സിസ്റ്റർ നിങ്ങളുടെ ലൈഫിൽ കാണുന്നു. ഇത് ദൈവത്താൽ സാധിക്കും, മനുഷ്യർക്ക് അസാധ്യമായ കാര്യമാ. നീ ചിലത് നിന്റെ കരത്തിൽ അവകാശമായി കൈവശമായി എടുക്കുന്ന ഒരു കാഴ്ച ഞാനത് പറഞ്ഞ് ബ്ലസ് ചെയ്യുന്നപ്പം. ഞാനിത് പറയുമ്പോൾ ചില ബാക്ക് പെയിനുകൾ ഹീലാകുന്നു, അവിടെ ചില സൗഖ്യങ്ങൾ നടക്കുന്നു, ചില നിരാശകൾ മാറുന്നു. പലതും ലഭിക്കാത്ത ചില നിരാശകൾ നിങ്ങളെ വിട്ടു മാറുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ദൈവപ്രവൃത്തിയായി മാറട്ടെ. അങ്ങനെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നപ്പ, ഓരോരുത്തരും ബ്ലസ് ചെയ്യുന്നപ്പ, അങ്ങനെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ലാസ്കിയ റബച്ചിയ അറഹൽ മമാ സിക്കേറിയം തെരെ ലബ്രഹ ഷെക്യൂറിയം തെരെ. Thank you, Lord. We give you all glory, Papa. We give you all glory. We give you glory. എത്ര പേർ ഇന്നൊരു പ്രൊമോഷനിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുന്നു? നിങ്ങളുടെ ആ ലെവലിൽ നിന്ന്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു ഹയർ റിലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ മൂവ് ചെയ്യിപ്പിക്കാൻ പോകുക. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ഒരു സ്പിരിച്വൽ പ്രൊമോഷൻ ഓരോരുത്തരുടെ മേൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ആസ് എ സൺ ഓഫ് ഗോഡ്, ആ പുത്രത്വത്തിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുക. പുത്രത്വത്തിൽ നിന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് അസാധ്യമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായി മാറാൻ പോകുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ മേൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന ചില രോഗങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരം വിട്ട് മാറാൻ പോകുക. അത് പാരമ്പര്യമായി നിൽക്കുന്ന ചില ഷുഗറുകളായിരിക്കാം, പാരമ്പര്യമായി നിൽക്കുന്ന ചില കൊളസ്ട്രോളുകളായിരിക്കാം, ചില മാനസികമായ അസ്വസ്ഥതകളായിരിക്കാം. എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങളുടെ ശരീരത്ത് ആ രോഗത്തിന് നിങ്ങളുടെ ശരീരത്തിന് മേൽ അധികാരമില്ലെന്ന്, ആ ബന്ധനത്തിന് നിങ്ങളുടെ ശരീരത്തിന് മേൽ അധികാരമില്ലെന്ന്? യെസ്, താങ്ക് യു ലോർഡ്. ഇന്ന് രാത്രി എന്നോടൊപ്പം കൽപ്പിച്ച് ചില തൈറോയിഡുകൾ ഹീലാകുന്നു, ചില ട്യൂമറുകൾ ഡിസപ്പിയർ ആകുന്നു യേശുവിന്റെ നാമത്തിൽ. എന്താണോ രോഗം, അത് ഇന്ന് രാത്രി ഹീലാകുന്ന ഒരു ടെസ്റ്റ് മണി നിങ്ങൾ പറയാൻ പോകുക. യേശുവിന്റെ മൈഗ്രെയിനുകൾ ഹീലാകുന്നു യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഷുഗർ, പ്രഷർ നോർമൽ ആകുന്നു. യെസ് ലോർഡ് ജീസസ്. കാരണം നിങ്ങളുടെ ശരീരത്ത് ഒരു ഡാർക്ക്നെസ്സിനോ, ഒരു രോഗത്തിനോ, ഒരു പരാജയത്തിനോ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളെ കർത്താവ് ജയത്തിലേക്ക് നയിക്കാൻ പോകുക, ജയകരമായ ജീവിതത്തിലേക്ക് നയിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ അതോറിറ്റി ഈ ജനങ്ങളെ മേൽ അങ്ങ് കൈമാറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടാൻ പോകുക. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടാൻ പോകുക. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ Yes, Lord Jesus. Rehima Sakalkama Shekuriam today. ഒരു നോർമൽ ലൈഫ് അല്ല ദൈവമക്കളെ നിങ്ങൾക്കുള്ളത്. ഒരു സാധാരണകരമായ ജീവിതമല്ല, ഒരു നോർമൽ ലൈഫ് അല്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, അസാധ്യത്തെ സാധ്യമാക്കുന്ന തരത്തിലുള്ള
റോഷസ് ഗ്ലോറിയ പ്രൗഢതേ റേംഷസ് ഗ്ലോറിയ റൽഖാസിയംതിരെ റേഷസ് ഗ്ലോറിയ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. റൽഖാസിയ. ഞാനിത് ഡിക്ലെയർ ചെയ്യുമ്പോൾ മാക് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഡിവൈസിനകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് തന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മാക് എന്നുള്ള ഡിവൈസിൽ അത് ഞാൻ ആ പേര് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വലത് കരത്തിൽ നിന്ന് ചിലത് ഇറങ്ങിപ്പോകുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ റെൽഖസിയ ചിലത് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്നത് കർത്താവ് പറഞ്ഞു അഴിക്കുക. ചില ബ്ലോക്കുകൾ അഴിയുക, ചില ദൈവപ്രവർത്തികൾ നടക്കുന്നു, ചില താങ്ക് യു ലോർഡ്, ചില ഡെലിവറൻസുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത് പറഞ്ഞ് ബ്ലസ് ചെയ്യുന്നപ്പം, അത് പറഞ്ഞ് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഓ ഇതിനകത്ത് അറിയോ ഷോൾഡർ പെയിൻ ഹീലാകുന്നത് ഞാൻ കാണുന്നു. കർത്താവേ അത് സൗഖ്യമാകട്ടെ, ആ ഹീലിംഗ് സംഭവിക്കട്ടെ, ദൈവ പ്രവർത്തികൾ നടക്കട്ടെ. കർത്താവ് വി ഗിവ് യു ഓൾ ഗ്ലോറി, വി ഗിവ് യു ഓൾ ഗ്ലോറി. താങ്ക് യു ലോർഡ് ജീസസ്. റൽഖസിയം ടെറി റൽഖമ ഷബാൽ പ്രബാല ഹസിയ. അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. വി ഗിവ് യു ഓൾ ഗ്ലോറി ഇൻ ജീസസ് നെയിം. Amen, amen, amen. Hallelujah, hallelujah. Thank you Lord. എല്ലാവരും ആ സ്പിരിറ്റ് വെള്ളത്തിലേക്ക് കയറിയാട്ടെ. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയാട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാവരും താങ്ക്സിൽ നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ സ്പിരിറ്റ് വെള്ളം ഓപ്പൺ ആകട്ടെ. എങ്കിൽ ഞാൻ പറയുന്ന വേർഡ് ഒരു ഇൻഫർമേഷനായി നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കരുത്. ആ ഇൻഫർമേഷനായി നിങ്ങൾക്ക് ലഭിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകത്തില്ല. പക്ഷെ അത് റെവലേഷനായി, അത് ലൈഫായി നിങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ, അത് കൺഫസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബ്രേക്ക് ത്രൂ സംഭവിക്കുവാനായിട്ട് തുടങ്ങും, വ്യത്യാസങ്ങൾ സംഭവിക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് നീഡ്, എന്താണോ എവിടെയാണോ ഡെലിവറൻസ് നടക്കേണ്ടത്, നിങ്ങൾ വാ കൊണ്ട് കൺഫസ് ചെയ്യാൻ തുടങ്ങണം, വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങണം, അതിനെ റിസീവ് ചെയ്യാൻ തുടങ്ങണം. എല്ലാ ദിവസവും നിങ്ങൾ ക്രൈസ്റ്റിൻ്റെ ലൈഫിനെ റിസീവ് ചെയ്യണം. എല്ലാ ദിവസവും ക്രിസ്തുവിൻ്റെ ജീവനെ, ക്രൈസ്റ്റിൻ്റെ ഗ്ലോറിയെ, ആ സൺഷിപ്പിനെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം, നിങ്ങൾ കൺഫസ് ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഒരിക്കലും ഒരു ഹ്യൂമൻ ബീങ് ആണെന്നുള്ള ഒരു കോൺഷ്യസിൽ നടക്കരുത്. നിങ്ങളൊരു സൺ ഓഫ് ഗോഡ് ആണെന്നുള്ള കോൺഷ്യസിൽ നടക്കണം. നിങ്ങൾ ഒരിക്കലും ഒരു സിൻ കോൺഷ്യസിൽ നടക്കരുത്. നിങ്ങൾ എപ്പോഴും ഒരു സൺ കോൺഷ്യസിൽ നടക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും അനീതിമാനാണെന്നുള്ള ചിന്തയിൽ നടക്കരുത്. നിങ്ങൾ നീതിബോധത്തിൽ എപ്പോഴും ആ റൈച്ചസ് ആണെന്നുള്ള കോൺഷ്യസിൽ എപ്പോഴും നടക്കണം. ഹല്ലേലൂയ. ആമേൻ. ഈ ഒരു ബോധ്യം നിങ്ങളുടെ മേൽ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾക്കൊരു പാപത്തിലേക്ക് വീഴാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ സാധാരണ മനുഷ്യരാണെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് ബലഹീനതയുണ്ട്, എനിക്ക് കുറവുകളുണ്ട്. യെസ്, മനുഷ്യർക്ക് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. പക്ഷേ നിങ്ങൾ ന്യൂ ക്രിയേഷനാ, നിങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടവരാ. ഓ എത്ര പേർ വിശ്വസിക്കുന്നു, എത്ര പേർ വിളിച്ചു പറയുന്നു ഐ എം ന്യൂ ക്രിയേഷൻ, ഞാൻ ക്രിസ്തുവിൽ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നിങ്ങളോട് പറഞ്ഞു, പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു കുറവുമില്ലാത്ത രീതിയിലാണ് കർത്താവ് വീണ്ടും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കുറവുമില്ലാത്ത രീതിയിൽ. ആദാമിനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിരുന്നു. ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് നീതിയിലാണ്, ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് വിശുദ്ധിയിലാണ്, ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് ഫുൾനെസ്സിലാണ് സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ആദാമിനെ അതിലും ശ്രേഷ്ഠമായിട്ടുള്ള ക്രൈസ്റ്റിൻ്റെ ആ ഫുൾനെസ്സിലാണ്, ആ നീതിയിലാണ്, ആ വിശുദ്ധിയിലാണ് നിങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ വീക്കാണെന്നോ ഞാൻ കുറവുള്ളവനാണെന്നോ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ റിലത്തിലേക്ക്, നിങ്ങളുടെ ജഡിക മനുഷ്യനിലേക്ക് നോക്കിയാൽ, ജഡത്തിൽ നിങ്ങൾ നടന്നാൽ, നിങ്ങൾ മാംസത്തിൽ നടന്നാൽ നിങ്ങൾ കുറവുള്ളവരാണ്. നിങ്ങളുടെ മാംസത്തിൽ നിങ്ങൾ നടന്നാൽ നിങ്ങൾ ബലഹീനരാണ്. നിങ്ങളുടെ മാംസത്തിൽ നിങ്ങൾ മൂവ് ചെയ്താൽ നിങ്ങൾ എല്ലാം എന്താ പറയുക, പ്രയാസമുള്ളവരും ബലഹീനരുമാണ്. പക്ഷെ നിങ്ങളുടെ സ്പിരിറ്റിലേക്ക് നിങ്ങൾ നോക്കിയാൽ, നിങ്ങളുടെ സ്പിരിറ്റ് മാനിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ സ്ട്രോങ് ആണ്. നിങ്ങളെപ്പോലെ ബലവാന്മാരായിട്ടുള്ള, നിങ്ങളെപ്പോലെ സ്ട്രെങ്ത് ആയിട്ടുള്ള, നിങ്ങളെപ്പോലെ കഴിവുള്ളവർ, നിങ്ങളെപ്പോലെ കഴിവുള്ള ആരും തന്നെ ഉണ്ടാകത്തില്ല. എനിക്ക് ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഞാൻ പ്രവചനമായി നിങ്ങളോട് പറയുന്നു, പല വിഷയങ്ങളെയും നേതാക്കന്മാർക്കോ
ആമേൻ, അധികാരികൾക്കോ ഉയർച്ചയുള്ളവർക്കോ വിദ്യാഭ്യാസമുള്ളവർക്കോ പ്രഭുക്കന്മാർക്കോ പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ പരിഹരിക്കുവാനുള്ള വിസ്റ്റം നിങ്ങളുടെ ആത്മമനുഷ്യനിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? മറ്റുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതിനെ പരിഹരിക്കാനുള്ളത്, മറ്റുള്ളവർക്ക് ജയിക്കാൻ കഴിയാത്തതിനെ ജയിക്കുവാനായിട്ടുള്ള നോളജ് ആൻഡ് വിസ്റ്റം അത് നിങ്ങളുടെ ആത്മമനുഷ്യനിലുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ആമേൻ. ക്രിസ്തു നിങ്ങളുടെ ജ്ഞാനമായിരിക്കുന്നു. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളൊരു നോർമൽ ആൾക്കാരെ അല്ല. ആമേൻ. സകലത്തെയും ജയിക്കുവാൻ, സകലത്തെയും ഓവർകം ചെയ്യാൻ, സകലത്തെയും ആമേൻ, അതിനെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു ഗ്രേസ് ആൻഡ് സ്ട്രെങ്ത് നിങ്ങളുടെ മേലുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം തൊട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അബ്രഹാമിൻ്റെ സീഡ് എന്ന് പറഞ്ഞാൽ സീഡ് ഓഫ് അബ്രഹാമിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് ക്രൈസ്റ്റ് ആണെന്നും, ഒരു സ്ഥലത്ത് പറയുന്നു അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണെന്നും, പിന്നീട് പറയുന്നു ആ അബ്രഹാമിൻ്റെ സന്തതി നമ്മളാണെന്നും പറയുന്നു. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞിരുന്നു. സകല വാഗ്ദത്തങ്ങളും നിങ്ങളുടെ അവകാശമാണെന്നുള്ള, അല്ലെങ്കിൽ പറഞ്ഞിരുന്നു അതിനു മുമ്പ് റോമാലേഖനത്തിനകത്തുള്ള അവകാശത്തെക്കുറിച്ചെല്ലാം, സൺഷിപ്പിലുള്ള ആ അവകാശത്തെക്കുറിച്ചെല്ലാം നിങ്ങളോട് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു, ജനം എല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനം ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. ആമേൻ. ജനം എല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനം ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. അപ്പം ജനം എല്ലാം സ്നാനം ഏൽക്കുന്ന സമയത്ത് യേശുവും സ്നാനം ഏറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഹെവൻ ഓപ്പണായി. ഞാൻ ഒരു ദൂത് ഇതിനകത്തുനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിനെ ഹെവൻ അറ്റസ്റ്റ് ചെയ്യും. അവിടെ ഹെവൻ തുറക്കപ്പെട്ടിരിക്കും. ഇത് ഞാൻ പറയുമ്പോൾ ആത്മാവിൻ്റെ തീയോടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഉള്ളിടത്ത് അവിടെ തുറക്കപ്പെട്ട സ്വർഗമുണ്ടായിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലാണെങ്കിലും, നിങ്ങൾ കേൾക്കുന്നത് എവിടെ നിന്നാണോ, നിങ്ങളുടെ ഭവനത്തിലായിരിക്കാം. എവിടെ നിന്ന് കേട്ടാലും അവിടെ ഹെവൻ ഓപ്പണായി. ഇപ്പോൾ അവിടെ സ്വർഗം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. യേശു സ്നാനം ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. നമ്മളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥന തുറന്ന സ്വർഗത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, എന്ന് വെച്ചാൽ ആമേൻ, ആ മോസ്റ്റ് ഹോളി പ്ലേസിലാണ് നമ്മളുടെ പ്രാർത്ഥനകളുടെ ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ആ മോസ്റ്റ് ഹോളി പ്ലേസ് ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഹെവൻ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങളോട് ഞാനൊരു ഗുഡ് ന്യൂസ് പറയുന്നു. നിങ്ങളൊരു സ്തോത്രം പറയുമ്പോൾ പോലും ആമേൻ അവിടെ ഹെവൻലി അറ്റ്മോസ്ഫിയർ ഓപ്പൺ ആകുവാൻ തുടങ്ങും. അവിടെ ഹെവൻ ഓപ്പൺ ആകുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. പലരും അവിടെ സ്നാനപ്പെട്ടു, ഒന്നും സംഭവിച്ചില്ല. പലരും അവിടെ സ്നാനപ്പെട്ടു, അവിടെ സ്വർഗം തുറന്നില്ല. പക്ഷെ പുത്രൻ ആമേൻ സ്നാനപ്പെട്ടു പ്രാർത്ഥിച്ചപ്പോൾ, ഇതാ നോർമൽ മനുഷ്യനും ആമേൻ സൺഷിപ്പിലുള്ള പുത്രൻ്റെ വ്യത്യാസം. സാധാരണ ജനങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പുത്രൻ സ്നാനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഹെവൻ ഓപ്പണായി. ദൈവപുത്രന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഹെവൻ ഓപ്പൺ ആകാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നിങ്ങളൊരു സ്തോത്രം പറഞ്ഞാൽ മതി, അവിടെ ഹെവൻ ഓപ്പൺ ആകാൻ തുടങ്ങും. നിങ്ങളൊന്ന് പ്രൈസ് ചെയ്താൽ മതി, അവിടെ അറ്റ്മോസ്ഫിയർ മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടാൽ മതി, അവിടെ ഹെവൻലി അറ്റ്മോസ്ഫിയർ വെളിപ്പെടുവാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങളുടെ ആത്മകണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഭവനത്തിൽ സ്വർഗീയ സാന്നിധ്യം, ഹെവൻലി അറ്റ്മോസ്ഫിയർ അത് വെളിപ്പെട്ടു വരിക. നിങ്ങളുടെ ഭവനത്തിൽ സ്വർഗീയ സാന്നിധ്യം വെളിപ്പെട്ടു വരിക. ഞാനിത് ആത്മാവിൽ കാണുന്നു. ആരുടെയൊക്കെയോ ഭവനത്തിൽ അത് അത്ഭുതകരമായി, അതിശയകരമായി നിങ്ങളുടെ നാവിൽ നിന്ന്, നിങ്ങൾ പുത്രത്വത്തിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രൈസ് ചെയ്യുമ്പോൾ, നിങ്ങൾ പുത്രത്വത്തിൽ നിന്നുകൊണ്ട് പപ്പയെന്ന് വിളിക്കുമ്പോൾ, നിങ്ങളുടെ പുത്രത്വത്തിൽ നിന്നുകൊണ്ട് അബ്ബാ പിതാവേ പപ്പയെന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ, അവിടെ വചനം പറയുന്നത് പോലെ സ്വർഗം തുറക്കുന്നു. അവിടെ സ്വർഗം തുറക്കുന്നു. നിങ്ങളുടെ ഭവനത്തിനകത്ത് എന്തോ അസാധാരണമായ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ
പറയുമ്പോൾ സന്തോഷ് കോമളം എന്നുള്ള ഡിവൈസിലുള്ള സിസ്റ്റർ മേൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്, അസാധാരണമായ ദൈവത്തിന്റെ കൃപയോടെ വ്യാപരിക്കുന്നുണ്ട്. യെസ് ലോർഡ് ജീസസ്. ഹെവൻ ഓപ്പൺ ആകുന്ന, സ്വർഗത്തെ തുറക്കുന്ന പ്രാർത്ഥനകൾ, സ്വർഗത്തെ തുറക്കുന്ന പ്രാർത്ഥനകൾ. ഇനി ദൈവപുത്രന്മാരെ, എന്റെ പ്രാർത്ഥന പിതാവ് കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ഹെവൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാ, സ്വർഗം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാ, സ്വർഗം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാ. ലോർഡ് ജീസസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, അസാധ്യമായ ചിലത് സാധ്യമായി മാറാൻ പോകുക. അസാധ്യമായത്, ഇതുവരെ നടക്കാത്തത്, ഇതുവരെ സംഭവിക്കാത്തത് നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോകുക. ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, പുത്രത്വത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ഇതിനകത്തുനിന്ന് അഭിഷേകത്തിന്റെ ശക്തിയാൽ ചില ശുശ്രൂഷകർ എഴുന്നേൽക്കും. അസാധാരണമായ അഭിഷേകത്തിന്റെ പകർച്ചയോടെ ഇതിനകത്തുനിന്ന് ചിലർ എഴുന്നേൽക്കുവാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ വസ്ത്രത്തിന്മേൽ, നിങ്ങളുടെ നിഴലിൽ പോലും ദൈവ സാന്നിധ്യം നിറഞ്ഞ് അത് മറ്റുള്ളവരെ സൗഖ്യമാക്കുന്ന തരത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ഒരു പകർച്ച ഓരോരുത്തരും സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പോ ലോർഡ് ആമേൻ. ഏറ്റവും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ആമേൻ ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഹെമൻ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. അവിടുന്ന് അടുത്ത വാക്ക് പറഞ്ഞു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ആമേൻ. അവിടുത്തെ അടുത്ത വാക്ക് കണ്ടോ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ സ്നാനം ഏൽക്കുന്ന സമയം, പ്രാർത്ഥിക്കുന്ന സമയം, സ്വർഗത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുക, നീ എൻ്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഇത് തന്നെയാ ഓരോ ദൈവമക്കളെ നോക്കി സ്വർഗം പറയുന്നത്, നീ എൻ്റെ പ്രിയ പുത്രനാ. കർത്താവ് നമ്മളിൽ പ്രസാദിച്ചിരിക്കുക ദൈവമക്കളെ. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, അപ്പോൾ ദൈവം പ്രസാദിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രസാദിക്കുവാനുള്ള പ്രവൃത്തി എന്താ ചെയ്യേണ്ടത്? ആമേൻ. യേശു അവരോർത്തു, കർത്താവ് വന്ന് പല കാര്യങ്ങൾ പറയുമെന്ന്. നിങ്ങൾ ദാനം ചെയ്യുക, നിങ്ങൾ അത് കൊടുക്കുക, ഇത് ചെയ്യുക. ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് അവർ ചോദിച്ചു. ആമേൻ. അവർ വിചാരിച്ചത് ഇതാ, നിങ്ങൾ സോഷ്യൽ വർക്കുകൾ ചെയ്യുക, അത് ചെയ്യുക എന്നൊക്കെ കർത്താവ് പറയുന്നു. പക്ഷേ യേശു ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, പിതാവ് അയച്ചവനിൽ, തൻ്റെ പുത്രനിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ക്രൈസ്റ്റിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. കാരണം യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് ആമേൻ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ലൈഫിൽ, കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ചെയ്തതിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ്, ക്രൈസ്റ്റിൽ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങളുടെ നിലവാരങ്ങൾ മുഴുവൻ മാറാൻ തുടങ്ങുന്നത്. ആമേൻ. യേശു അവരോട് പറഞ്ഞ ഒരു വാക്യമുള്ളൂ, അവനിൽ അയച്ചു, പിതാവ് അയച്ച തൻ്റെ പുത്രനിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ മേൽ വരും. ആമേൻ. ഇന്ന് ഞാനൊരു ഗുഡ് ന്യൂസ് പറയുന്നു, യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ തന്നെ കർത്താവിൻ്റെ, പിതാവിൻ്റെ ഫേവർ നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. ആമേൻ. ആമേൻ. യേശുവിനോട് പറഞ്ഞ അതേ വാക്ക് തന്നെ. ആമേൻ. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. പിതാവ് നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു. ദൈവമക്കളെ, പിതാവ് നിങ്ങളിൽ, ഓ താങ്ക് യു ലോർഡ്, പിതാവിൻ്റെ ഫേവർ വെളിപ്പെട്ട ദൈവപുത്രന്മാരാ, ദൈവമക്കളെ എന്നെ കേൾക്കുന്നത്, പിതാവിൻ്റെ പ്രസാദമുള്ള, പിതാവിൻ്റെ ഫേവറുള്ള ദൈവപുത്രന്മാരാ, ദൈവമക്കളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അപ്പം എന്താ പറയുക, പിതാവ് യേശുവിനോട് പറഞ്ഞത്, യേശുവിനെ നോക്കി പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വെച്ചാൽ പിതാവ് അനൗൺസ് ചെയ്യുക, ഒരു പബ്ലിക്കിന് അനൗൺസ് ചെയ്യുക, ഒരു വ്യക്തിയോടായിട്ട് പറയുകയല്ല, ഒരു പുരുഷാരത്തോട്, ഒരു ദേശത്തോട് അനൗൺസ് ചെയ്യുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇതാണ് എൻ്റെ പുത്രൻ, ഇതാണ് എൻ്റെ പുത്രൻ, ഞാൻ ഇവനിൽ എൻ്റെ സകല ഫേവറും ഇവൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അനൗൺസ് ചെയ്യാം. ഇത് തന്നെയാണ് പിശാചും
വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പിശാച് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ഇത് 3-ാം അധ്യായത്തിനകത്ത് നടന്ന കാര്യമാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു കാഴ്ച കാണുവാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ. അവിടുത്തെ ആ വേർഡ് കണ്ടോ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഹെമേൻ. നമ്മൾ ചിന്തിക്കും പരിശുദ്ധാത്മാവ് വന്നാൽ കൊട്ടാരത്തിലേക്കാണ് നമ്മളെ നടത്തുന്നതെന്ന്, പരിശുദ്ധാത്മാവ് വന്നാൽ വലിയ ഉയർന്ന നിലവാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ആമേൻ. അവിടെ വാക്യം പറയുന്നു, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. നമ്മൾ കേട്ടിരിക്കുന്നത് കർത്താവിനുള്ള 3 പരീക്ഷകളെക്കുറിച്ചാണ്. പക്ഷെ ഇവിടെ പറയുന്നു പിശാച് യേശുവിനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 40 ദിവസവും യേശു ഉപവാസത്തിലായിരിക്കുന്ന സമയത്ത് കർത്താവ് ആ പരീക്ഷകന്റെ പരീക്ഷകയിൽ അകപ്പെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ആദാം ഒരു പരീക്ഷയിൽ തന്നെ പരാജയപ്പെട്ടു. പക്ഷെ യേശുവ് 40 ദിവസവും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. 40 ദിവസം പിശാച് യേശുവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇത് ഞാൻ പറയട്ടെ, യഥാർത്ഥ സൺഷിപ്പ് വെളിപ്പെട്ടാൽ നിങ്ങൾ പരീക്ഷയിൽ വീണ് പോകത്തില്ല. എത്ര പേർ അത് വിശ്വസിക്കുന്നു? പിശാചിന്റെ തന്ത്രത്തിൽ നിങ്ങൾ വീണ് പോകത്തില്ല, പരീക്ഷയിൽ നിങ്ങൾ വീണ് പോകത്തില്ല. ടെംപ്റ്റേഷൻ വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ആമേൻ. ടെംപ്റ്റേഷൻ വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എനിക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയും, ഞാൻ ഉറപ്പോടെ പറയും, ടെംപ്റ്റേഷനിൽ നിങ്ങൾ വീണ് പോകത്തില്ല. നിങ്ങൾ വീണ് എഴുന്നേൽക്കുന്ന ഒരു ക്രിസ്ത്യാനി ആയിരിക്കത്തില്ല, വീണ് എഴുന്നേൽക്കുന്ന ഒരു വിശ്വാസി ആയിരിക്കത്തില്ല. എത്ര ടെംപ്റ്റേഷൻ വന്നാലും, എത്ര പരീക്ഷകൾ വന്നാലും അതിനെ ജയിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, ഒരു പുത്രത്വത്തിന്റെ ആത്മാവ്, ഒരു പുത്രത്വം അത്രേ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ പറഞ്ഞേ. ഞാൻ പറയട്ടെ, വീണ് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ പുത്രത്വത്തിൽ നിങ്ങൾ ജീവിക്കാത്തത് കൊണ്ടാ, ആ പുത്രത്വത്തിൽ ജീവിക്കാത്തത് കൊണ്ടാ. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയാം, എനിക്ക് ധൈര്യത്തോടെ എൻ്റെ ലൈഫിൽ നിന്ന് പറയാം, ടെംപ്റ്റേഷനിൽ വീണു പോകത്തില്ല, പരീക്ഷയിൽ വീണു പോകത്തില്ല. കാരണം പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്, നിങ്ങൾ പുത്രന്മാരായിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും 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 ഒരു പരീക്ഷയിലും നിങ്ങൾ വീണ് പോകത്തില്ല ദൈവമക്കളെ. ഇന്ന് നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കാൻ പോകുക. ഇന്ന് നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ തല ഉയരാൻ പോകുക. ഇന്ന് നിങ്ങളുടെ കുരിഞ്ഞ തലകൾ ഉയരാൻ പോകുക. ഹല്ലേലൂയ. പിശാച് നിങ്ങളെ ഭയപ്പെടാൻ പോകുക. അവൻ എത്ര ട്രൈ ചെയ്താലും ഒരിക്കലും നിങ്ങൾ വീണു പോകത്തില്ല. ആമേൻ. 40 ദിവസം പിശാച് യേശുവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ യേശു ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. അപ്പോൾ പിശാച് യേശുവിനോട്, ആമേൻ, നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പോൾ പിശാച് യേശുവിനോട്, ആമേൻ, നീ ദൈവപുത്രൻ എങ്കിൽ, ശ്രദ്ധിച്ചേ, നീ ദൈവപുത്രൻ എങ്കിൽ. പിശാച് യേശുവിനോട് ചോദിച്ചില്ല, നീ ഒരു അപ്പോസ്തലനാണെങ്കിൽ, നീ ഒരു പ്രവാചകനാണെങ്കിൽ, നീ ഒരു സുവിശേഷകനാണെങ്കിൽ, നീ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ, നീ ജനങ്ങളെ വീണ്ടെടുക്കാൻ വന്നവനാണെങ്കിൽ, നീ ഏലിയാവിനെ പോലെ ഒരു പ്രവാചകനാണെങ്കിൽ, നീ മോശയെ പോലെ ഒരു വീണ്ടെടുപ്പുകാരനാണെങ്കിൽ, ഇതൊന്നുമല്ല പിശാചിന് അറിയേണ്ടത്. പിശാചിന് അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, പുത്രത്വത്തിന്റെ വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ടോ? ആമേൻ. പിശാച് ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ. ഹല്ലേലൂയ. ഏതാ പിശാചിന്റെ പിശാചിന്റെ ലക്ഷ്യം എന്താണെന്നറിയാവോ? ഇവൻ അപ്പോസ്തലനാണെന്നുള്ള വെളിപ്പാട് അവന് ലഭിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇവൻ പ്രവാചകനാണെന്നുള്ള വെളിപ്പാട് ലഭിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ പുത്രത്വത്തിന്റെ, ഇവൻ സണ്ണാണ്, ദൈവപുത്രനാണ് എന്ന് വെച്ചാൽ, യേശുവിനെ കുറിച്ചൊരു യോഹന്നാൻ സുവിശേഷത്തിനകത്ത് പറയുന്നുണ്ട്, യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ദൈവത്തോട് സമമാക്കിയത് കൊണ്ട്.
ഹല്ലേലൂയ. യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞ്, ആമേൻ, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കി. അപ്പം നാം ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ എന്താ, നീയും പിതാവാം ദൈവവും തമ്മിൽ ക്ലോസ് റിലേഷനിലേക്ക് വരികയാ. ഹല്ലേലൂയ, ഒന്നായി തീരുകയാ. ഒന്ന് പറയാൻ കഴിയോ? നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയോ? ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് നിങ്ങൾക്കൊന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഹല്ലേലൂയ, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ആമേൻ. ലാമാ ഷെക്കേരി അന്ത്യരേ. ഹല്ലേലൂയ. ഇതാ പിശാചിന് അറിയണ്ടേ, ഇവൻ പിതാവിനോട് എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട്, ഇവൻ ദൈവപുത്രനാണെന്നുള്ളൊരു വെളിപ്പാട് ഇവന് ലഭിച്ചിട്ടുണ്ടോ? ദൈവപുത്രനാണെന്നുള്ള ഒരു വെളിപ്പാടിലാണോ ഇവൻ ജീവിക്കുന്നത്? ആമേൻ. പിശാചിന്റെ പരീക്ഷയിൽ അവൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ പിശാച് ചോദിക്കുന്ന ഇത്രയും ഉള്ളു, നീ ദൈവപുത്രൻ ആണെങ്കിൽ, ഹല്ലേലൂയ, ദൈവപുത്രൻ ആണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ഓരോ പരീക്ഷയിൽ ദൈവപുത്രനാണെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ. പക്ഷേ ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു പരീക്ഷകളെ മുഴുവൻ ജയിച്ചു. കർത്താവ് പരീക്ഷകളെ മുഴുവൻ ജയിച്ചു. എന്നിട്ട് പിശാച് അവനെ വിട്ടു മാറിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, ആമേൻ. പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് യേശുവിനെ വിട്ടുമാറി. അപ്പം ജയിക്കാൻ പറ്റുന്നില്ല. സകല പരീക്ഷയും തികച്ചു എന്ന് വെച്ചാൽ യേശുവിൻ്റെ മേലുള്ള സകല പരീക്ഷയും തികച്ച ശേഷം യേശുവിനെ വിട്ട് മാറി. കുറെ കാലത്തേക്ക് യേശുവിനെ വിട്ടുമാറി. ശ്രദ്ധിച്ചോണേ, ആ പരീക്ഷ തികഞ്ഞ ശേഷം വചനം പറഞ്ഞു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പരന്നു. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞവർ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ യോർദാൻ വിട്ടു മടങ്ങിയപ്പോൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ പറഞ്ഞു പോയത്. ഒന്ന് പറയാവിനോട് കൂടെ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആമേൻ. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പം യേശു പോയത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അല്ലെങ്കിൽ യേശു തൻ്റെ ഇഷ്ടപ്രകാരമല്ല പോയത്. എങ്ങനെയാ? ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഒന്ന് പറഞ്ഞേ, ഞാനിത് നിങ്ങളുടെ മേലേക്ക് കൈമാറാൻ പോകുക കേട്ടോ. ഇത് നിങ്ങളുടെ മേൽ കൈമാറാൻ പോകുകയോ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ഇന്ന് രാത്രി ചിലർ മേൽ നടക്കും. ഞാൻ പറയുന്ന വചനം വെറുതെയായി പോകത്തില്ല. കാരണം ഞാൻ പുത്രത്വത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്കറിയാം, ഐ ആം സൺ ഓഫ് ഗോഡ്. ഞാൻ ദൈവപുത്രനാ. ഈ വാക്കുകൾ മാറത്തില്ല. ഇന്ന് ഇതിനകത്ത് എന്നെ കേൾക്കുന്ന ചിലർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇതുവരെ നിറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ, ഇതുവരെ യെസ് ലോർഡ് ജീസസ്. ഞാൻ എപ്പോഴും പറയും, കാരണം ഈ ദിവസങ്ങളെല്ലാം മീഡിയയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ചകൾ ഞങ്ങൾ കാണുന്നുണ്ട്, വലിയ ഇംപാർട്ടേഷനുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. യേശുവിന് പിതാവാം ദൈവത്തിന് ലൈവ് മീറ്റിങ്ങിനോ സൂം മീറ്റിങ്ങിനോ ഒന്നും വ്യത്യാസമില്ല ദൈവമക്കളെ. കർത്താവ് എല്ലാം മീഡിയയിലൂടെയും അസാധാരണമായി പരിവർത്തിച്ചു കൊണ്ടിരിക്കും. ഇന്ന് ഇതിനകത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിക്കേ. ഒന്ന് ഞാൻ നിങ്ങളുടെ മേൽ കൈമാറുകയാ. ഇന്ന് ഞാൻ ആ പകർച്ച നിങ്ങളുടെ മേലേക്ക് ഇട്ടു തരികയാ. താങ്ക് യു സ്വീറ്റ് ഹോളി, മൈ സ്വീറ്റ് ഹോളി. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്, താങ്ക് യു ഫോർ യുവർ ഫുൾനെസ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി, അങ്ങയുടെ നിറവിനായി നന്ദി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞ
നിറഞ്ഞവരായി നിങ്ങൾ മാറാൻ പോകുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ മാറാൻ പോകുക. അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, പരിശുദ്ധാത്മാവ് യേശുവിനെ നടത്തി. പരിശുദ്ധാത്മാവ് യേശുവിനെ നടത്തി. നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ. ഓഹോ റോൾ ഷേക്കേരിയ, എത്ര പേർ അതിനെ പ്രാപിക്കാൻ ഇന്ന് തയ്യാറാ? അസാധാരണമായൊരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരാത്മശക്തി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ വന്നപ്പോൾ, ആരുടെ മുമ്പിൽ ഭയപ്പെട്ടോ അവരുടെ മുമ്പിൽ ധൈര്യത്തോടെ പത്രോസ് നിന്ന് യേശുവിന്റെ സാക്ഷിയാകുവാനായിട്ട് തുടങ്ങി. അവിടെ ജീസസ് ലോർഡ്, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസും പരിശുദ്ധാത്മാവും ആത്മപകർച്ച ആഗ്രഹിക്കുന്നവർ അതിനെ റിസീവ് ചെയ്തോ. ഒരു വലിയ നിറവിലേക്ക്, വലിയ ആത്മപകർച്ചയിലേക്ക് കർത്താവേ, ആ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ ഒരു നിറവിലേക്ക് ഇവർ പോകുന്നതിനായി സ്തോത്രം. പുത്രത്വത്തിന്റെ ആത്മാവിന്റെ ഒരു നിറവിലേക്ക്, ആ പുത്രത്വത്തിന്റെ ആത്മാവ് നിറഞ്ഞവരായി ഇവർ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ആ പരീക്ഷകളെ എങ്ങനെ ജയിച്ചത്? പുത്രത്വത്തിന്റെ ആത്മാവിലാ ദൈവമക്കളെ. ആ പുത്രനാണെന്നുള്ള ബോധ്യത്തിൽ, ആ കോൺഷ്യസിലാ യേശു പരീക്ഷകളെ ജയിച്ച്. ആമേൻ. 14-ാമത്തെ വാക്യം പറയുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അപ്പം നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി, നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവർ, ഈ വാക്യത്തിന്റെ ഒരു കണ്ടിന്യൂഷനാ അപ്പോസ്തല പ്രവൃത്തി 1-8 വചനം പറയുന്നത്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച്, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച്. താങ്ക് യു ലോർഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ മാത്രമല്ല ഉണ്ട്. കർത്താവ് ഒരു സാന്നിധ്യം അനുഭവിക്കാൻ മാത്രമല്ല, നിങ്ങൾ ആത്മ നിറവിൽ നടക്കുന്നവരായി മാറാൻ പോകുക, ആത്മാവിൻ്റെ ശക്തിയിൽ നടക്കുന്നവരായി മാറാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പിശാച് വന്ന് യേശുവിനെ പരീക്ഷിച്ചത് മുഴുവൻ ദൈവപുത്രനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ദൈവപുത്രനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ ശക്തിയോടെ യേശു ഗലീലയ്ക്ക് മടങ്ങി വന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, യേശു അവിടെ ഗലീലയ്ക്ക് നേരെയുള്ള ഗെരസേന്യ ദേശത്തേക്ക് പോകുവാനായിട്ട്, അവിടെ പോകുവാൻ കപ്പൽ യാത്ര ചെയ്യുന്നു, ബോട്ടിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ലെഗ്യോൻ ബാധിച്ച ഒരു വ്യക്തിയെ വിടുതലാക്കാൻ വേണ്ടിയാണ് യേശു അവിടെ ട്രാവൽ ചെയ്യുന്നത്. യേശു അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത്. ആമേൻ. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു അവിടെ ഗദർദേശത്തേക്ക് ആ പട്ടണത്തിൽ വന്ന് അവൻ കരക്കിറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും കല്ലറകളിൽ അത്രയായിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു, യേശുവിനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. യേശുവിനെ കണ്ട് നിലവിളിച്ചു, യേശുവിനെ നമസ്കരിച്ചു. എന്നിട്ട് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ഹല്ലേലൂയ. കൂടെയുള്ള അപ്പോസ്തലന്മാരെന്ന് പറയുന്ന കൂടെയുള്ള ശിഷ്യന്മാർക്ക് പോലും കിട്ടാത്ത ഒരു റെവലേഷൻ കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. യേശു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് കൂടെയുള്ള ആർക്കും ആ വെളിപ്പാട് കിട്ടിയിട്ടില്ല. പത്രോസ് മാത്രം ഒരിക്കൽ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ അത്രയെന്ന്. വേറെ ആർക്കും
ആ യേശു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളൊരു തിരിച്ചറിവില്ല. പക്ഷേ ലീജിയൻ ബാധിക്കപ്പെട്ടവൻ, ലെഗിയോൻ ബാധിച്ചവൻ യേശുവിനെ കണ്ടിട്ട് പറയുക, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഓ, നിങ്ങളൊന്ന് വേർഡ് ശ്രദ്ധിച്ചേ. പിശാചുക്കൾ ഭയപ്പെടുന്നത് കണ്ടോ? പിശാചുക്കൾ ഭയപ്പെടുന്നത് കണ്ടോ? പിശാചുക്കൾ വന്ന് നമസ്കരിക്കുന്നത് കണ്ടോ? യേശുവിനെ വന്ന് നമസ്കരിക്കുന്നത് കണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് റെവലേഷനകത്ത് നിന്നാലും പിശാചിനത് പ്രോബ്ലമുള്ള കാര്യമല്ല, പിശാചിനത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ ആ സൺ കോൺഷ്യസിൽ നടക്കാൻ തുടങ്ങിയാൽ, എന്നോടൊപ്പം പറഞ്ഞേ, സൺ കോൺഷ്യസിൽ നടക്കാൻ തുടങ്ങിയാൽ, പുത്രനാണെന്നുള്ള ബോധ്യത്തിൽ നടക്കാൻ തുടങ്ങിയാൽ, ഇതേ അനുഭവം, ഇതേ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലും സംഭവിക്കാൻ തുടങ്ങും. കാരണം പിശാച് ഭയപ്പെടുന്നത് അത് ഒരു വ്യക്തിയെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ, ദൈവപുത്രനായ ക്രിസ്തുവിനെ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആ ദൈവപുത്രനായ ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെട്ടു കഴിഞ്ഞാൽ, ആ സൺഷിപ്പ് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു കഴിഞ്ഞാൽ, ഇതുപോലെ ലെഗിയോൻ ബാധിച്ചവർ, ലെഗിയോനെ കുറിച്ച് പറയുന്നത് അവന്റെ കരത്തിൽ ചങ്ങലയിടാൻ പോലും പറ്റത്തില്ല. ആ ചങ്ങലകൾ പോലും അവൻ ഉരുമി ഉടച്ചു കളയും. അവന്റെ അടുത്ത ആളുകൾക്ക് വരാൻ കഴിയത്തില്ല. അവൻ കല്ലറകളിൽ കടക്കുന്നത്. അവൻ നാളുകളായി വസ്ത്രം ധരിച്ചിട്ടില്ല. വീട്ടിൽ പാർക്കത്തില്ല. കല്ലറകളിൽ കടക്കുന്നവൻ. ആ പിശാച് പറയുക, നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാ. ഹല്ലേലൂയ. എവിടെ ആരാ ഇത് പറഞ്ഞു കൊടുത്തേ? പക്ഷെ പുത്രത്വം വെളിപ്പെട്ടാൽ ഇരുട്ടിന്റെ അധികാരങ്ങൾ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. പുത്രത്വം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ സാത്താന്യ കോട്ടകൾക്ക് നിങ്ങളുടെ മേൽ ഭീതി വരുവാനായിട്ട് തുടങ്ങും. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു, അന്ധകാര ശക്തികൾ എന്നെ ഭയപ്പെടാൻ പോകുക, സാത്താന്യ കോട്ടകൾ എന്നെ ഭയപ്പെടാൻ പോകുക? ഇത് ഞാൻ പറയുമ്പോൾ ആ പുത്രത്വത്തിന്റെ ഒരു പകർച്ച ആരുടെ മേൽ അസാധാരണമായി വെളിപ്പെടുന്നു. ഞാൻ പറയട്ടെ, ഇതൊരു ഇൻഫർമേഷനായി നിങ്ങൾ എടുക്കരുത് ദൈവമക്കളെ, ഇതൊരു നോളജായി നിങ്ങൾ എടുക്കരുത്. ഇത് എൻ്റെ മേൽ വെളിപ്പെടണമെന്ന ആഗ്രഹത്തോടെ, ഇതൊരു ആഗ്രഹത്തോടെ, ഇതെന്റെ മേൽ വെളിപ്പെടണമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ, അതിനെ റിസീവ് ചെയ്തുകൊണ്ടിരുന്നേ. താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, ഈ പുത്രത്വം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ ആദ്യം തിരിച്ചറിയുന്നത് സാത്താന്യ മണ്ഡലങ്ങളായിരിക്കും. കൂടെ നടന്ന അപ്പോസ്തലന്മാർ തിരിച്ചറിഞ്ഞില്ല. കൂടെ നടന്ന യോഹന്നാൻ, മാർവിൽ ചാരിക്കടന്ന യോഹന്നാൻ അറിഞ്ഞില്ല. കൂടെ നടന്ന ആരും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അന്ധകാര ശക്തി വ്യാപരിച്ച ഒരുത്തൻ വിളിച്ചു പറയുക, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, അത്യുന്നതനായവന്റെ പുത്ര, പരിശുദ്ധനായവന്റെ പുത്ര, ഇന്ന് ഇതാ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത്. നിങ്ങൾ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരത്രേ. ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുകയത്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരത്രേത്. എത്ര പുത്രന്മാരെന്നെ കേൾക്കുന്നു, എത്ര ദൈവപുത്രന്മാരെന്നെ കേൾക്കുന്നു. ഞാൻ പറയട്ടെ, സാത്താന്യ കോട്ടകൾ, സാത്താന്യ മണ്ഡലങ്ങൾ നിങ്ങളെ തിരിച്ചറിയാൻ പോകുക. അന്ധകാര ശക്തികൾ നിങ്ങളെ തിരിച്ചറിയാൻ പോകുക. സാത്താന്യ കോട്ടകൾ നിങ്ങളെ തിരിച്ചറിയാൻ പോകുക. നിങ്ങൾ അത്യുന്നതനായ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്ന്. റോഷസ് ലിയാറമ ശംധരി രഗക്ഷി അതുവരെ കൂടെ നിന്ന്, അതുവരെ കൂടെ മരുഭൂമിയിൽ നിന്ന് പരീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒന്നും പിശാചിന് ഭയമുണ്ടായില്ല. കൂടെ നിന്ന് പരീക്ഷിക്കുമ്പോൾ ഒന്നും പിശാചിന് ഭയമില്ല. പക്ഷേ ഹല്ലേലൂയ, ദൈവപുത്രനാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ, ആത്മാവിന്റെ ശക്തിയോടെ വെളിപ്പെടുവാൻ തുടങ്ങിയപ്പോൾ, മുഖാമുഖം നോക്കാൻ കഴിയുന്നില്ല. അടുത്തെത്തുന്നതിന് മുന്നമേ അവന്റെ ദുരാത്മാവ് അലറി വിളിച്ച് പുറത്തു പോകുക. ജീസസ്, ഹല്ലേലൂയ. അൽഖസിയ ചോദിക്കുന്നത് ഇതാ, യേശു ഒന്നും പറഞ്ഞിട്ടില്ല, യേശു ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പറയുക, എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
ഹല്ലേലൂയ, ആമേൻ. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ ഭയപ്പെടുന്ന ആമേൻ, നിങ്ങൾ ഭയപ്പെടുന്ന പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളെ നോക്കി വിളിച്ചു പറയാൻ പോകുക, എന്നെ ഉപദ്രവിക്കരുത് എന്ന്, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന്. നിങ്ങളുടെ കരത്തിൽ പട്ടണങ്ങൾ കർത്താവ് ഏൽപ്പിക്കാൻ പോകുക ദൈവമക്കളെ. ദേശത്തിന്റെ അധിപതികളായി നിങ്ങൾ മാറാൻ പോകുക. നിങ്ങളുടെ പട്ടണത്തിൽ വേറൊരു ദേശാധിപതി ഇനി ഉണ്ടാകത്തില്ല. ഇനി ഒരു അന്ധകാരത്തിന്റെ ദേശാധിപതികൾ നിങ്ങളുടെ പട്ടണത്തിൽ വാഴത്തില്ല. ദേശത്തെ അധിപതിയാക്കി പരിശുദ്ധാത്മാവ് പുത്രന്മാരായ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ഈ വചനം ശ്രദ്ധിച്ചേ. ഈ വചനം അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. ഈ വചനം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. ഈ വചനം ഇങ്ങനെ പറയുന്നു: മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കെതിരെ എന്ന് അവൻ അപേക്ഷിച്ചു എന്ന് ഉറക്കെ പറഞ്ഞു. ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. ഇങ്ങനെ സാത്താന്യ മണ്ഡലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മുഴങ്കാൽ മടക്കാൻ പോകുക. ഓ, പുത്രന്റെ രാജ്യം കർത്താവ് വെളിപ്പെടുത്താൻ പോകുക. പുത്രന്മാർ വർദ്ധിക്കാൻ പോകുക. ദൈവപുത്രന്മാർ എഴുന്നേൽക്കുന്നു. ദൈവപുത്രന്മാർ പെരുകാൻ പോകുക. നിങ്ങളുടെ ദേശത്ത് പുത്രന്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുക. കൊളോസ്യർ 1:13 വാക്യം പറയുന്നു: ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിൽ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ആ പുത്രന്റെ രാജ്യം വെളിപ്പെടാൻ പോകുക ദൈവമക്കളെ. ഇനി ഇരുട്ടിന്റെ രാജ്യം വാഴത്തില്ല. ഇനി അന്ധകാരത്തിന്റെ രാജ്യം വാഴത്തില്ല. ഇനി ആമേൻ പൈശാചിക മണ്ഡലങ്ങൾ ജയിക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ഇനി സാത്താന്യ കോട്ടകൾ പ്രബലപ്പെടത്തില്ല. സാത്താന്യകരമായ ഒന്നും നിങ്ങളുടെ മുമ്പിൽ ജയം പ്രാപിക്കത്തില്ല. നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിനെയോ നിങ്ങളുടെ കുടുംബ ജീവിതത്തെയോ തകർക്കാൻ ഇനി ഒരു സ്പിരിറ്റിനും കഴിയത്തില്ല. ആമേൻ. നിങ്ങളുടെ ഭവനത്തിൽ പുത്രത്വം വെളിപ്പെടാൻ പോകുക. പുത്രന്റെ രാജ്യം അവിടെ വെളിപ്പെടാൻ പോകുക. ദൈവികമായ വെളിച്ചത്തിന്റെ രാജ്യം അവിടെ വെളിപ്പെട്ടു വരാൻ പോകുക. താങ്ക് യു ലോർഡ് ജീസസ്. റാൽഖാമ ഷെഖേറിയം തിരെ റീൽഖ ശബാസിയം തിരെ റാൽഖ ഷെഖേസിയം തിരെ. ആമേൻ. ഇവന്റെ പ്രത്യേകത ഞാൻ വീണ്ടും പറയുന്നു. ആമേൻ. അവൻ ചങ്ങലയും വിലങ്ങും ഇട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്തു. ഒന്ന് ശ്രദ്ധിച്ചേ. ചങ്ങലയും വിലങ്ങും ഇട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുന്നവനെ, എന്ന് വെച്ചാൽ ചങ്ങല കൊണ്ട് പോലും അവനെ ബന്ധിക്കാൻ കഴിയുന്നില്ല. യേശു അവൻ്റെ മുമ്പിൽ ഒരു ആയുധവും പ്രയോഗിച്ചിട്ടില്ല. കർത്താവ് പുറത്തു പോകാൻ പറഞ്ഞതേ ഉള്ളൂ. ഹെമേൻ. അശുദ്ധാത്മാവെ പുറത്തു പോകാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയട്ടെ, മറ്റുള്ളവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഞാൻ നിങ്ങളെ നോക്കിയപ്പോൾ ഒന്ന് പ്രവചിക്കുക, ചങ്ങലയ്ക്കകത്തിട്ടിരിക്കുന്ന ആമേൻ മാനസിക രോഗികൾ നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഹീലാകാൻ പോകുക. മാനസികമായി ഭ്രാന്തി പിടിച്ച് കിടക്കുന്നവർ നിങ്ങളുടെ ശുശ്രൂഷയിൽ സൗഖ്യമാകാൻ പോകുക, വിടുതൽ പ്രാപിക്കാൻ പോകുക. ഇത് വേണ്ടവർ റിസീവ് ചെയ്തു. കാരണം ഞാനത് കണ്ടിട്ടുണ്ട്. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ആ വീട്ടിൽ ബ്ലസ് ചെയ്തവരെ പ്രാർത്ഥിച്ച് അടുത്ത റൂമിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞു, പാസ്റ്ററെ അങ്ങോട്ട് പോകണ്ട, അവർ ഉപദ്രവിക്കും. ഞാൻ നോക്കിയപ്പോൾ അവരെ അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുക, അവരെ ബന്ധിച്ചിട്ടിരിക്കുക. പക്ഷെ ഞാൻ അവരുടെ അടുത്തേക്ക് പോയില്ല. ഞാൻ അതിൻ്റെ വാതിക്കെ നിന്ന് കൈ നീട്ടി അവരെ പ്രാർത്ഥിച്ചു. കൈ നീട്ടി ഞാൻ ആ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. ഇതെൻ്റെ ലൈഫിൽ നടന്ന സംഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചിട്ടങ്ങ് പോന്നു. ഒരു വ്യത്യാസവും ആ സമയത്ത് കണ്ടില്ല. പക്ഷെ പ്രാർത്ഥിച്ചു ബ്രേക്ക് ചെയ്തിട്ട് പോന്നു. നെക്സ്റ്റ് സൺഡേ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ കുടുംബത്തിൽ ആ സ്ത്രീ ബന്ധിക്കപ്പെട്ട് ചങ്ങലയ്ക്കകത്ത് കിടന്ന ആ സ്ത്രീയായിട്ട് ചർച്ചിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവരെന്നോട് പറഞ്ഞ സാക്ഷ്യം ഇതാ: അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് വിടുതലായി. പൂട്ടി ഇട്ടിരുന്നവരെ അവർ അഴിച്ചുവിട്ടു. അവരാരെയും ഉപദ്രവിച്ചില്ല.
ഹല്ലേലൂയ. ഇതുപോലെ മറ്റൊരു സംഭവം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടത് വളരെ അത് നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് അത് കാണുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മാനസിക വിഭ്രാന്തിയിൽ പോകുന്ന ബസ്സിൽ നിന്ന് എടുത്തു ചാടുന്നു. എന്താ പറയുക, ഒരു സ്ഥലത്ത് ഒരു മരണമുണ്ടായാൽ ഇവർക്ക് അന്നേരെ ഡീമൻ മാനിഫെസ്റ്റ് ആകാൻ തുടങ്ങും. ഭയങ്കരമായി പിശാച് ഇവരെ ബാധിക്കും. ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവർ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇവർ പല സ്ഥലങ്ങളിൽ പോയി, പല മന്ത്രവാദികളുടെ അടുത്ത് പോയി. ഇവർ പറഞ്ഞ ടെസ്റ്റിമണിയാ, ഒരു മന്ത്രവാദം ചെയ്യാൻ, ഇവരുടെ മുടി മുറിച്ച് ഒരു മന്ത്രവാദം ചെയ്യാൻ വേണ്ടി മാത്രം 25,000 രൂപ അവർക്ക് കൊടുക്കേണ്ടി വന്നു. അതുപോലെ എന്താ പറയുക, മാനസികമായി മെൻ്റലി തകർന്നു അവർ സൂയിസൈഡ് ചെയ്യാൻ നോക്കി, ആത്മഹത്യ ചെയ്യാൻ നോക്കി. ആരെക്കൊണ്ടും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്നവരെയാ പല സ്ഥലങ്ങളിൽ പോയി അവർ വിടുതൽ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവരെയാ അവരെ ഒരു ദിവസം നിർബന്ധിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. ഞാൻ അന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഇത്രയും നാളുകളായി അവർക്ക് ആ രോഗം വന്നിട്ടേയില്ല. ഒരു മെഡിസിൻ പോലും അവരെടുക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചങ്ങലക്കിട്ടവർ, ഞാൻ ഈ വചനമാണ് നിങ്ങളോട് കൈമാറാൻ പോകുന്നേ. അവനെ ചങ്ങലക്കിട്ടു, വിലങ്ങിട്ടു, ബന്ധിച്ചു, പക്ഷേ അവനത് തകർത്തു. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ മിനിസ്ട്രിയിൽ വിടുതലാകാൻ പോകുക. വിശ്വസിക്കുന്നവർ അതിനെ സ്വീകരിച്ചു. കാരണം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് പുത്രത്വമാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരു ടെസ്റ്റിമോണി കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ഒരു മാതാവ് ഒരു കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. അപ്പം അവൻ്റെ പ്രത്യേകത, അവന് 4 വയസ്സ് പ്രായമേ ഉള്ളൂ. ഈ ടെസ്റ്റിമണി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കാണാൻ കഴിയുമെന്ന് തോന്നും. 4 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇവനൊരു റൂമിനകത്ത് കയറി ഇവനെ അടയ്ക്കാൻ നോക്കിയാൽ, 4-5 പേർ അടയ്ക്കാൻ നോക്കിയാലും ഇവൻ ഒറ്റയ്ക്ക് തുറന്ന് പുറത്ത് വരുമെന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് തുറന്ന് പുറത്ത് വരും. 4-5 പേർ പിടിക്കാൻ നോക്കിയാലും ഇവനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇവൻ കുഞ്ഞ് വയലൻ്റ് ആയാൽ ആർക്കും ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ 2 പേരൊന്ന് വന്നു. നേരെ ഇവരെ കയറി പിടിച്ചു. അവർ ഭയപ്പെട്ടു പോയി. കാരണം ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആരെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനന്ന് കണ്ണുകൾ കൊണ്ട് കണ്ടത്, ഇവനൊരു തൊട്ടിലിനകത്തിട്ട് ആട്ടിയിട്ട്, ഒരു കുഞ്ഞിനെ ആട്ടുന്ന ഒരു തൊട്ടിലിനകത്തിട്ട് നമ്മൾ ആട്ടിയാൽ ആ ആട്ടുന്ന സ്പീഡ് നമുക്കറിയാം. പക്ഷേ കൊടുങ്കാറ്റിൻ്റെ സ്പീഡിൽ ആട്ടിയാൽ പോലും ഇവൻ പറയുന്ന ഇനിയും സ്പീഡിലാട്ടി. കാരണം സാധാരണ ഒരു കുഞ്ഞിൻ്റെ ആട്ടുന്ന ഒരു സ്പീഡ് ഇവനത് പോരാ. ഇവനെ വീണ്ടും ഭയങ്കര സ്പീഡിലാട്ടിയാലേ ഇവൻ അതിനകത്ത് കടക്കത്തുള്ളൂ. ആ ദേശത്ത് ഇവനെക്കൊണ്ട് എല്ലാവർക്കും പ്രശ്നമായി. ഒരു രീതിയിലും ഇവനെ അടക്കി നിർത്താൻ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ബാധിക്കപ്പെട്ട ഒരു കുഞ്ഞ്. അന്ന് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ മുമ്പിൽ അവൻ അനുസരണയോടെ നിന്നു എന്നുള്ളതാണ്. എൻ്റെ മുമ്പിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ അനുസരണയോടെ നിന്നു. കൈവച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ചുപോയി. അടുത്ത സൺഡേ ആയപ്പോൾ കുഞ്ഞിനെയായിട്ട് അമ്മ ചർച്ചിനകത്ത് വന്നു. അമ്മ പറഞ്ഞ ടെസ്റ്റിമണിയാണ്. അതിനുശേഷം ഇവൻ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. ഇവനെ കർത്താവ് പരിപൂർണമായി വിടുതലാക്കി. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുവാൻ തുടങ്ങും. ക്രിസ്തു നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ, പുത്രത്വം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ, നിങ്ങൾ മറ്റൊന്നും ഫോക്കസ് ചെയ്യരുതേ. എന്നില്ല സൺഷിപ്പ് വെളിപ്പെടണം, എന്നില്ല ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആകണം, എന്നില്ല ക്രിസ്തുവിൻ്റെ പരിപൂർണത വെളിപ്പെടണം, എന്നില്ല ക്രിസ്തുവിൻ്റെ നിറവ് വെളിപ്പെടണം, എന്നില്ല പുത്രത്വത്തിൻ്റെ ആത്മാവ് വെളിപ്പെടണം. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ്, വേർഡും ഹോളി സ്പിരിറ്റും നിങ്ങളുടെ ലൈഫിൽ ഒരുപോലെ ഉണ്ടായിരിക്കണം. വേർഡും പരിശുദ്ധാത്മാവും വചനവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപോലെ ഉണ്ടായിരിക്കണം. ആമേൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പരിശുദ്ധാത്മാവ് യേശുവിനെ നടത്തിയതുപോലെ അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നടക്കുന്നവരായി മാറിയാൽ, ആ പുത്രത്വത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ നടക്കുന്നവരായി മാറിയാൽ, ഇങ്ങനെയുള്ള ദുരാത്മാക്കൾ നിങ്ങളെ തിരിച്ചറിയാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ നിങ്ങൾ എത്ര വലിയ മിനിസ്ട്രി ചെയ്താലും മറ്റുള്ളവരെ കാണുന്നത് പോലെ തന്നെ, ഒരു സാധാരണ മനുഷ്യനെ കാണുന്നത് പോലെ തന്നെയേ പിശാചുക്കളും നിങ്ങളെ കാണത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ഇമ്പോർട്ടൻറ്റും ഒരു പ്രാധാന്യം നിങ്ങൾക്ക് ലഭിക്കത്തില്ല. പക്ഷേ നിങ്ങൾ ആ സൺഷിപ്പിനെ വെളിപ്പെടുത്തുവാൻ തുടങ്ങിയാൽ പിശാചുക്കൾ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നിങ്ങളെ പിശാചുക്കൾ തിരിച്ചറിയാൻ തുടങ്ങും. അവൻ നിങ്ങളെ ഭയപ്പെടുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഈ വേർഡ് എടുക്കുമ്പോൾ ഈ വേർഡ് എടുക്കാൻ വേണ്ടി വന്നല്ല, എങ്കിലും ഞാനത് പറയുക. എഫേസ്യ ലേഖനത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച ആ വേർഡ് ഒന്നും കൂടെ പറയാം. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിനകത്ത്, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ആമേൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, പൗലോസ് എഫേസ്യ ലേഖനത്തിനകത്ത് പറയുക, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറിച്ച് പൗലോസ് പറയുക, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോടുമത്രേ. അപ്പം നമ്മുടെ പൊസിഷൻ ഒന്ന് ശ്രദ്ധിച്ച ദൈവമക്കളെ, നമ്മുടെ പദവി ഒന്ന് ശ്രദ്ധിച്ചേ. പൗലോസ് പറയുന്ന കേട്ടോ, നിങ്ങൾക്കൊരു ബാറ്റിലുണ്ട്, നിങ്ങൾക്കൊരു പോരാട്ടമുണ്ട്. ആമേൻ. അത് സാധാരണ മനുഷ്യരോടല്ല, എന്ന് വെച്ചാൽ ജഡരക്തങ്ങളോടല്ല. പക്ഷെ നമ്മളെപ്പോഴും പോരാടുന്നത് ആരോടാ? ജഡരക്തങ്ങളോടാ. എന്ന് വെച്ചാൽ മാംസവും രക്തവും ഉള്ളതിനോടാ, എന്ന് വെച്ചാൽ മനുഷ്യനോടാ. വീണ്ടും പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതിനോടാ. നമ്മുടെ കൺമുമ്പിൽ എന്താണോ നിങ്ങൾ കാണുന്നത്, അതാണ് നിങ്ങളുടെ ശത്രു. നിങ്ങളോട് ആരാണ് എതിർക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് അവരുടെ സ്വഭാവത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കൗൺസിലിങ്ങിന് ആൾക്കാർ വരുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്റർ, എനിക്കിനി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, എനിക്കിനി ഇദ്ദേഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആമേൻ. നിങ്ങളും പലപ്പോഴും അങ്ങനെയുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങളും പലപ്പോഴും അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ നോക്കുന്നത് മുഴുവൻ ജഡത്തെയും രക്തത്തെയും, എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് നമ്മൾ നോക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ക്ഷീണിച്ചു പോകും, നിങ്ങൾ പ്രയാസപ്പെട്ടു പോകും, നിങ്ങൾ ദുഃഖിച്ചു പോകും, നിങ്ങൾ നിരാശപ്പെട്ടു പോകും. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റ്, ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ, നിങ്ങൾ പെട്ടെന്ന് അതിനകത്ത് തളർന്നു പോകുക. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഫോണിലൂടെ സംസാരിച്ചോട്ടെ, എന്തെങ്കിലും ഇടപെട്ടോട്ടെ, എന്തെങ്കിലും നിങ്ങളോട് നേരിട്ട് സംസാരിച്ചോട്ടെ, പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആയി പോകുക, നിങ്ങൾ നിരാശപ്പെട്ടു പോകുക, നിങ്ങളതിനകത്ത് തളർന്നു പോകുക. പിന്നെ നിങ്ങളെക്കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിനകത്തൊന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ കാണുന്നതെല്ലാം എന്താണെന്നറിയാം, ആ വ്യക്തിയെയാണ് കാണുന്നത്. ആ വ്യക്തിയോടാണ് നിങ്ങൾ പോരാടുന്നത്. പിന്നെ നിങ്ങളുടെ കൈപ്പാരോടാ? ആ വ്യക്തിയോടാ. പിന്നെ നിങ്ങളുടെ ദേഷ്യമാരോടാ? ആ വ്യക്തിയോടാ. പിന്നെ നിങ്ങൾ എതിർക്കുന്നത് ആരാ? ആ വ്യക്തിയോടാണ് നിങ്ങൾ എതിർക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ വചനത്തിനകത്ത് പൗലോസ് പറയുക, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് വ്യക്തികളോടല്ല, ജഡവും രക്തവും ഉള്ളതിനോടല്ല നിങ്ങൾക്ക് പോരാട്ടമുള്ളത്. ഹല്ലേലൂയ. ഇത് യേശുവിൻ്റെ ലൈഫിൽ നമ്മൾ നോക്കിയാൽ 2 സ്ഥലത്ത് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ നമ്മൾ നോക്കിയാൽ യേശു കാണുന്നതിനെ അല്ല ശാസിക്കുന്നത്. നമുക്കൊന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് തന്നെ നോക്കിയാൽ അതിൻ്റെ 8-ാം അധ്യായത്തിനകത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ദിവസം അവൻ്റെ ശിഷ്യന്മാരുമായി യേശു പടയിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകുകയെന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ യേശു ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കൽ ചെന്നു, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അപ്പം ഭയങ്കര തിരമാലകൾ വന്ന് പടക് മുങ്ങിപ്പോകുന്ന സമയത്ത് യേശു എന്ത് ചെയ്യുക? ആ കാറ്റിനെ ശാസിക്കുകയോ ചെയ്യുന്നത്. ഹല്ലേലൂയ. കണ്ടോ, കാറ്റിനെ കണ്ണുകൾ കൊണ്ട് കാണത്തില്ല, കാറ്റിനെ കണ്ണുകൾ കൊണ്ട് കാണത്തില്ല. പക്ഷെ ആ തിരമാലകൾ പൊങ്ങുന്നതിന് കാരണം കാറ്റാന്ന് യേശു മനസ്സിലാക്കി. യേശു കാറ്റിനെ ശാസിക്കുക. ഇതുപോലെ പല പ്രശ്നങ്ങളും പൊങ്ങുന്നതിന് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു കാറ്റ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ആ കാറ്റിനെ ശാസിക്കുമ്പോൾ അവിടെ പറയുന്നു, അവ അമർന്നു ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. നിങ്ങൾ പലപ്പോഴും കാറ്റിനെ ശാസിക്കുന്നില്ല. നിങ്ങൾ കാറ്റിനെ ശാസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ശാന്തതയുണ്ടാകുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ കാണുന്നതിനെ അല്ല ബ്രേക്ക് ചെയ്യണ്ടേ, നിങ്ങൾ
മുമ്പിലുള്ളതിനോടല്ല പോരാടേണ്ടത്. ആമേൻ. നിങ്ങൾ മുമ്പിലുള്ളതിനോടല്ല എതിർക്കേണ്ടത്. നിങ്ങളുടെ ഹസ്ബൻഡിനെ എതിർത്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഹസ്ബൻഡിനെ എതിർത്തിട്ട്, നിന്റെ വൈഫിനെ എതിർത്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ കൂടെയുള്ള ശുശ്രൂഷകരെ എതിർത്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ അയലോക്കംകാരോട് പോരാടിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്നതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ വലിയ ശാന്തത ഉണ്ടാകും. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഇതുപോലെ തന്നെ യേശു മറ്റൊരു സ്ഥലത്ത് ആമേൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, യേശു ശിഷ്യന്മാരോട് പറയാ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിനകത്ത്, ഞാൻ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും നാം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുത്, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. യേശു തിരിഞ്ഞ് പത്രോസിനോട്, നോക്കിയേ, യേശു തിരിഞ്ഞ് പത്രോസിനോട് പറയാ, സാത്താനെ എന്നെ വിട്ടു പോ. ഹല്ലേലൂയ. നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പം യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കിയിട്ട് പത്രോസിനെ ശാസിച്ചില്ല, മറിച്ച് ആ മറഞ്ഞിരിക്കുന്ന, അവനെ മനുഷ്യരുടേത് ചിന്തിപ്പിക്കുന്ന സാത്താനെ ശാസിക്കുക. സാത്താനെ എന്നെ വിട്ടു പോ എന്ന് ശാസിക്കുക. ഹല്ലേലൂയ. ഇതാ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് മുമ്പിലുള്ളതിനെ നിങ്ങൾ ശാസിച്ചാൽ, നിങ്ങളുടെ മുമ്പിലുള്ളതിനോട് നിങ്ങൾ എതിർത്താൽ നിങ്ങളുടെ വിഷയം സോൾവ് ആകത്തില്ല ദൈവമക്കളെ. നിങ്ങൾ മുമ്പുള്ളതിനെ നിങ്ങൾ എതിർത്താൽ, നിങ്ങൾക്കിപ്പോൾ എവിടെന്നെങ്കിലും ഒരു സാങ്ഷൻ കിട്ടണം, നമ്മൾ പറയും ആ വ്യക്തിയെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ, ഓക്കെ, അത് നല്ലതാ. പക്ഷേ നിങ്ങൾക്ക് സാങ്ഷൻ തരാത്ത ആ സ്പിരിറ്റിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് തുടങ്ങിക്കുക. ആദ്യമേ നിങ്ങൾ വ്യക്തിയെ ശാസിക്കുകയോ വ്യക്തിയെ ബ്ലെസ് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം മറഞ്ഞിരിക്കുന്നതിനോട് നിങ്ങൾ പോരാടി നോക്കുകയും മറഞ്ഞിരിക്കുന്നതിനെ ബ്രേക്ക് ചെയ്ത് നോക്കുകയും. ഹല്ലേലൂയ. അവിടെ മറഞ്ഞിരിക്കുന്നതിനെ, നിങ്ങളുടെ ആ നന്മ മുടക്കുന്നതിനെ, നിങ്ങൾക്ക് ഫിനാൻസ് ലഭിക്കാനായിട്ടുണ്ട്, നിങ്ങൾക്ക് ചില നന്മ ലഭിക്കാനായിട്ടുണ്ട്, പക്ഷേ അത് മുടക്കി വെച്ചിരിക്കുക. നിങ്ങൾ ആ മുടക്കി വെച്ചിരിക്കുന്ന സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്ത് നോക്കിയേ, ആ വഴി നിങ്ങളുടെ മുമ്പിൽ സൂപ്പർ നാച്ചുറലായിട്ട് തുറന്നു വരും, അത്ഭുതകരമായിട്ട് തുറന്നു വരും. ഹല്ലേലൂയ. നമ്മൾ കാണുന്നതിനെ വിധിക്കരുത് ദൈവമക്കളെ, കാണുന്നതിനോട് പോരാടരുത്, മറിച്ച് അതിനകത്ത് എവിടെയാണ് എൻ്റെ നന്മ മുടക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടോ? അത് ദൈവം തന്നതാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അധികം തന്നാൽ ഞാൻ വഴിതെറ്റിപ്പോകുമോ എന്നോർത്ത് ദൈവം ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, കടബാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ആ കടത്തിൻ്റെ ദുരാത്മാവിനെ ബ്രേക്ക് ചെയ്യാൻ പഠിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. ഫിനാൻസിനെ റിലീസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ആമേൻ. നിങ്ങൾ അതിനെ ഡിക്ലെയർ ചെയ്യണം. ഹല്ലേലൂയ. ഒരിക്കലും ഞെരുക്കത്തിൽ തന്നെ നിങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങരുത്. അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ഞാൻ പറയുന്നേ, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അതിലും ഹയർ ലെവലിൽ നിൽക്കുന്നത്. പൗലോസ് ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ, വാഴ്ചകളോടും അധികാരങ്ങളോടും, ആമേൻ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മാസേനയോടും അത്രേ. ജീസസ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മനുഷ്യന് ജയിക്കാൻ പറ്റാത്ത ഒരു തലത്തിനോടാണ് നിങ്ങൾക്ക് പോരാട്ടമുള്ളതെന്ന് പൗലോസിന് പറയുന്നു. എന്ന് വെച്ചാൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത, മനുഷ്യന് അവൻ്റെ ബുദ്ധി കൊണ്ടോ അവൻ്റെ ശക്തി കൊണ്ടോ അവൻ്റെ പണം കൊണ്ടോ അവൻ്റെ ആൾബലം കൊണ്ടോ ജയിക്കാൻ പറ്റാത്ത ഒരു ഹയർ ലെവലിൽ നിൽക്കുന്നതിനോടത്രേ നിങ്ങൾക്ക് പോരാട്ടമുള്ളതെന്ന് പൗലോസ് എഫേസ്യ ലേഖനത്തിനകത്ത് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പം ഇതിനോട് പോരാടണമെങ്കിൽ എങ്ങനെ പോരാടണം? അത് നമുക്ക് മനസ്സിലായി. ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തിലല്ല. എന്ന് വെച്ചാൽ എൻ്റെ മാംസത്തിലല്ല എനിക്ക് പോരാട്ടമുള്ളത്. ഒന്ന് പറഞ്ഞേ, എൻ്റെ മാംസത്തിലല്ല എനിക്ക് പോരാട്ടമുള്ളത്. എൻ്റെ മാംസത്തിൽ ഞാൻ എന്ത് പ്രതികരിച്ചാലും, അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ, അത് വൈഫ് ആയിക്കോട്ടെ, അത് മക്കളായിക്കോട്ടെ, അത് മാതാവോ പിതാവായിക്കോട്ടെ, അത് നിങ്ങളുടെ ഓഫീസ് ആയിക്കോട്ടെ, നിങ്ങളായിരിക്കുന്ന ഏത് മേഖല ആയിക്കോട്ടെ, നിങ്ങൾ ജഡത്തിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ല. ജഡത്തിലല്ല നിങ്ങൾക്ക് പോരാട്ടമുള്ളത്. ദൈവപുത്രന്മാരെ, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് എങ്ങനെയാ? അപ്പം ആത്മമണ്ഡലത്തിലാ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആത്മാവിൽ പ്രതികരിക്കുന്നവർ, ആത്മാവിൽ അതിനെ ഫേസ് ചെയ്യുന്നവർ, സ്പിരിറ്റുലത്തിൽ ഫേസ് ചെയ്യുന്നവർ. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു, സ്പിരിറ്റുലത്തിൽ നിങ്ങൾ അതിനെ ഡിക്ലെയർ ചെയ്യാൻ പോകുക, സ്പിരിറ്റുലത്തിൽ നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാൻ പോകുക.
ഹല്ലേലൂയ. അപ്പം ആത്മാവിലാണ് നിങ്ങൾക്ക് പോരാട്ടമുള്ളതെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ തിരിച്ചറിയണം. അത് എൻ്റെ ആത്മാവ് കൊണ്ടും സാധിക്കത്തില്ല, മറിച്ച് അതിന് പരിശുദ്ധാത്മാവിലാണ് എനിക്ക് പോരാട്ടമുള്ളത്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ആ പോരാട്ടം എന്നുള്ള പദം യൂസ് ചെയ്തിരിക്കുന്നത്, ആ വേർഡ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ജഡത്തിലുമല്ല, നിങ്ങളുടെ ആത്മാവിലുമല്ല, മറിച്ച് എവിടെയാ? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ. പരിശുദ്ധാത്മാവിൽ ഒന്ന് മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിലത്രേ നിങ്ങൾ എതിരെ ജയിക്കാൻ പോകുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും. ഓ താങ്ക് യു ലോർഡ് ജീസസ്. അന്ധകാരത്തിൽ ഈ അന്ധകാരങ്ങൾ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ അതിനെ ഫേസ് ചെയ്യാൻ പോകുക, അതിനോട് പോരാടാൻ പോകുക, അതിനെ ജയിക്കാൻ പോകുക. ഹല്ലേലൂയ. എങ്ങനെയാ ഇനി പോരാട്ടം എന്ന് പറയുന്നത്? ഇനി എന്താ പോരാട്ടം എന്നത്? പഴയ നിയമത്തിൽ നമുക്ക് യുദ്ധങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ നമുക്ക് യുദ്ധങ്ങളെ കാണുവാൻ സാധിക്കും. അത് അവർ യുദ്ധക്കളത്തിൽ ഇറങ്ങി അവർ ഫിസിക്കലി അതിനെ യുദ്ധം ചെയ്ത് സൈന്യങ്ങളെ പരാജയപ്പെടുത്തുക ചെയ്യുന്നത്, സൈന്യങ്ങളെ തോൽപ്പിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. അവരുടെ ശത്രുക്കളെ അവർ തോൽപ്പിക്കുക ചെയ്യുന്നത്. പക്ഷേ പുതിയ നിയമത്തിലെ യുദ്ധം എന്ന് പറയുന്നത്, പോരാട്ടം എന്നുള്ളത്, അത് ഫിസിക്കലി അല്ല, അത് വാളുകൊണ്ടുള്ളതല്ല, അത് കുന്തം കൊണ്ടുള്ളതല്ല, അത് പരിശുദ്ധാത്മാവില. എന്ന് വെച്ചാൽ നമ്മൾ 10ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും, കർത്താവിൻ്റെ ബലത്തിലും ശക്തിയിലും, ദൈവത്തിൻ്റെ ബലത്തിലും ശക്തിയിലുമാ നമുക്ക് പോരാട്ടമുള്ളത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ബലത്തിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഈ വേർഡ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. ഒടുവിൽ കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇത് എന്താ സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് ജഡത്തിൽ നിങ്ങൾ മൂവ് ചെയ്താൽ പരാജയപ്പെടും, ജഡത്തിൽ മൂവ് ചെയ്താൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകും, ജഡത്തിൽ മൂവ് ചെയ്താൽ നിങ്ങൾ ദുഃഖിച്ചു പോകും, ജഡത്തിൽ മൂവ് ചെയ്താൽ നിങ്ങൾ അവിടെ തളർന്നു പോകും. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, എനിക്ക് ജഡത്തിലല്ല, എനിക്ക് ആത്മാവില, എനിക്ക് കർത്താവിൻ്റെ ബലത്തില, കർത്താവിൻ്റെ ശക്തിയില, എനിക്ക് പരിശുദ്ധാത്മാവില യുദ്ധമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഹോളി സ്പിരിറ്റ് ഫിൽഡായി നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ വാക്കിൽ തന്നെ അവിടെ കടൽ ശാന്തമായി മാറാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കിൽ തന്നെ ലെഗിയോനുകൾ അവിടെ കീഴടങ്ങുവാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ വാക്കിൽ തന്നെ അറ്റ്മോസ്ഫിയറുകൾ മാറുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സ്ട്രെയിൻ ചെയ്യാതെ ഓ ദൈവമക്കളെ, നിങ്ങൾ ജഡത്തിൽ സ്ട്രെയിൻ ചെയ്യാതെ, നിങ്ങൾ ജഡത്തിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ഉപയോഗിക്കാതെ, നിങ്ങൾ ആത്മാവിൻ്റെ ശക്തി പുറപ്പെടുമ്പോൾ വാഴ്ചകളും അധികാരങ്ങളും നിങ്ങളുടെ മുമ്പിൽ കീഴ്പ്പെടുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പൗലോസൂടെ പറയുന്നു, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും അത്രേ. എന്നാൽ പുത്രന്മാരെ, നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, വാഴ്ചകളും അധികാരങ്ങളും നിങ്ങളെ കീഴ്പ്പെടാൻ പോകുക, വാഴ്ചകളും അധികാരങ്ങളും നിങ്ങളെ ഭയപ്പെടാൻ പോകുക. ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ നിങ്ങളെ കീഴ്പ്പെടാൻ പോകുക, നിങ്ങളെ ഭയപ്പെടാൻ പോകുക. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? കാരണം നിങ്ങൾ നടക്കുന്നത് ഹോളി സ്പിരിറ്റിലാ, നിങ്ങൾ നടക്കുന്നത് പരിശുദ്ധാത്മാവിലാ. ഇന്നു മുതൽ നിങ്ങൾ പുത്രന്മാരാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിനോട് കണക്ട് ആകുവാൻ ഞാൻ ഇടപെടുന്നു. നിങ്ങൾക്കും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു അഭേദ്യ ബന്ധമുണ്ടെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവുമായി ഒരു അഭേദ്യ ബന്ധം എന്നുണ്ടാകട്ടെ. എത്ര പേർ അതിനെ പ്രാർത്ഥിക്കും? എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശു, ദൈവപുത്രനായ യേശു ആത്മാവ് നിറഞ്ഞവനായി, എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവപുത്രനായ യേശു ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ഹല്ലേലൂയ. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇന്ന് എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചേ. Thank you Lord Jesus. Ralkama shekeriam dere labraham shegasiam dere. Thank you Lord Jesus. Ralkasiha. ഇന്ന് നിങ്ങൾ ദൈവപുത്രന്മാരാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അധികം പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. അധികം പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. Thank you Lord Jesus. Amen.
താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ ആ വേർഡ് ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവപുത്രനായ ആമേൻ യേശുവിനെ, താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. ആ വേർഡ് ഇങ്ങനെ പറയുന്നേ, ദൈവപുത്രനായ യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ദൈവപുത്രനായ യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. താങ്ക് യു ലോർഡ് ജീസസ്. യേശു ആത്മാവിൽ നിറഞ്ഞവനായി വന്നപ്പോൾ, ആ വേർഡിനകത്തൊരു ഇത് ആംപ്ലിഫൈഡ് ബൈബിളിനകത്തുണ്ട്. ആമേൻ. Then Jesus full of and controlled by the Holy Spirit എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പരിപൂർണതയിലും പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലും. യോർദാൻ, റിട്ടേൺ ഫ്രം ദ ജോർദാൻ, യോർദാനിൽ നിന്ന് തിരിച്ചു. ആമേൻ. ആ വേർഡ് ശ്രദ്ധിച്ചേ, ദൈവപുത്രനായ യേശു ക്രിസ്തു ഫുൾ ഓഫ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ. എത്ര പേർ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ? ഫുൾ ഓഫ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, റിട്ടേൺ ഫ്രം ദ ജോർദാൻ. ആമേൻ. ജോർദാനിൽ നിന്ന് ആമേൻ പരിശുദ്ധാത്മാവിന്റെ പരിപൂർണതയിലും കൺട്രോളിലും ജോർദാനിൽ നിന്ന് തിരിച്ചു. ആൻഡ് വാസ് ലെഡ് ഇൻ ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അവനെ നടത്തി. ഇന്ന് ഞാൻ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ദൈവമക്കളെ. ഇനി നമ്മൾ കാണുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലും കൺട്രോളിലും അധികമായിരിക്കും. നിങ്ങൾ ദൈവപുത്രന്മാരാണെങ്കിൽ നിങ്ങൾക്ക് പുത്രത്വത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് ആവശ്യമാണ്, പുത്രത്വത്തിന്റെ ആത്മാവിന്റെ നിറവ് ആവശ്യമാണ്, യഹോവയുടെ ആത്മാവിന്റെ കൺട്രോൾ നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ സ്വയത്തിൽ നടക്കുന്നവരല്ല, നിങ്ങൾ സ്വന്തം ബുദ്ധിയിലൂന്നി നടക്കുന്നവരല്ല, നിങ്ങൾ സ്വന്തം ബലത്തിൽ നടക്കുന്നവരല്ല. പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ അത് ആഗ്രഹിക്കുന്നവർ മാത്രം എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ നിങ്ങൾ ആ കൺട്രോളിൽ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടതുപോലെ 14ാമത്തെ വാക്യം നിങ്ങളുടെ മേൽ നിറവേറാൻ തുടങ്ങും. ആത്മാവിന്റെ ശക്തിയോടെ ആ 14ാമത്തെ വാക്യം നമ്മുടെ മേൽ നിറവേറാൻ തുടങ്ങും. താങ്ക് യു ലോർഡ് ജീസസ്. ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഇത് സംഭവിക്കും. എന്താ സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങൾ പിന്നെ ജഡത്തിൽ പോരാടത്തില്ല, മറിച്ച് വാഴ്ചകളും അധികാരങ്ങളും നിങ്ങളുടെ മുമ്പിൽ മുഴങ്കാൽ മടക്കും. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, വാഴ്ചകളും അധികാരങ്ങളും നിങ്ങളുടെ മുമ്പിൽ മുഴങ്കാൽ മടങ്ങിയിരിക്കുക. ഈ ലോകത്തിന്റെ ദുഷ്ടാത്മാ പ്രഭുക്കന്മാർ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുക. സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ നിങ്ങളുടെ മുമ്പിൽ മുഴങ്കാൽ മടങ്ങിയിരിക്കുക. ഓ ജീസസ്, അത് നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. അന്ധകാര ശക്തികൾ നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നിങ്ങളുടെ ബോസ് പരിശുദ്ധാത്മാവാണെങ്കിൽ, നിങ്ങളുടെ യജമാനൻ പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങൾ പൈശാചിക മണ്ഡലത്തെ കൺട്രോൾ ചെയ്യും. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങൾ ഇരുട്ടിന്റെ അധികാരത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യും. നിങ്ങളുടെ യജമാനൻ പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങൾ പിശാചിന്റെ യജമാനന്മാരായി മാറും. അതിനെ കാൽ കീഴിലാക്കുന്ന അധികാരികളായി മാറും. എന്ന് ദൈവപുത്രന്മാരെ എഴുന്നേറ്റാട്ടെ, പരിശുദ്ധാത്മാവിൽ എഴുന്നേറ്റാട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ എഴുന്നേറ്റാട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിനായി എഴുന്നേറ്റാട്ടെ. ഇന്ന് നിങ്ങൾ ആത്മാവിന്റെ നിറവോടെ യോർദാൻ വിട്ട് എന്ന് വെച്ചാൽ എന്നാന്നറിയാവോ? യോർദാൻ വിട്ടു മടങ്ങി എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട കണ്ടീഷനിൽ അല്ല ഇനി നിൽക്കുന്നത്, സ്നാനപ്പെട്ടപ്പോൾ ഉള്ള ബലത്തിലല്ല നിൽക്കുന്നത്. സ്നാനപ്പെട്ട കണ്ടീഷനല്ല, അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിലൂടെ നിങ്ങൾ മൂവ് ചെയ്യാൻ പോകുക. ഇന്ന് ഈ ജനറേഷനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. ഒരു വലിയ ആത്മശക്തി സാം എന്നുള്ള കുടുംബത്തിന് മേലൊക്കെ ഒരു അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുക. ഒരു ആത്മാവിന്റെ തീ അവിടെ വ്യാപരിക്കുക. ഹോളി ഗോസ്റ്റ്, ജോർദാൻ വിട്ട് നിങ്ങൾ മടങ്ങി. എങ്ങനെ? കൺട്രോൾഡ് ബൈ the Holy Spirit. Full of and controlled by the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവിലും പൂർണ്ണ കൺട്രോളും. Thank you Jesus. Thank you Lord.
കൂടെ നടക്കുന്നവർ അറിഞ്ഞില്ല, പക്ഷെ യേശുവിൻ്റെ പുത്രത്വത്തെ ലഗിയോൻ ബാധിച്ചവൻ അറിഞ്ഞെങ്കിൽ ഇന്നത് സംഭവിക്കാൻ പോകുക ദൈവമക്കളെ, ഇന്നത് സംഭവിക്കാൻ പോകുക. ഞാൻ ബ്ലസ് ചെയ്യുന്നു ജനറേഷനെ, ഈ തലമുറയെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവേ. ആമേൻ. ശാലോം ഗ്ലോബൽ ഫാമിലി സഭയിലുള്ള സകല കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ. അങ്ങയുടെ അഭിഷിക്തന്റെ സജിത് പാസ്റ്ററിന്റെ കീഴിൽ നിൽക്കുന്ന സകല ദൈവമക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ ദേശത്തെ തിരിക്കുന്നവരായി മാറും. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ദേശത്തെ തിരിക്കുന്നവർ, ആമേൻ, ദേശത്തെ കൺട്രോൾ ചെയ്യുന്നവർ. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വാഴ്ചകളെയും അധികാരങ്ങളെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും ദൈവമക്കളെ. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൻ്റെ കീഴിൽ വന്നേ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. വാഴ്ചകളും അധികാരങ്ങളും നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഓ ജീസസ്. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. പിശാചുക്കൾ നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. ജഡം നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. ഞാനിത് പറയുമ്പോൾ ആമേൻ റാൽകാസിയ സത്യൻ കെ ആമേൻ, ആ സത്യൻ കെ എന്നുള്ള ഡിവൈസിലുള്ള ബ്രദറിന്റെ മേൽ ആത്മാവിന്റെ ഒരു മഹത്വം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ഞാൻ ഈ വാക്ക് ബ്രദറിന് വേണ്ടി ഡിക്ലെയർ ചെയ്യുക. താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ എന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങി. സത്യൻ ബ്രദർ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങി എന്ന് വചനം പറയുന്ന വചനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൈമാറുന്നു. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ആമേൻ യേശുവിന്റെ നാമത്തിൽ ആ വേർഡ് ഞാൻ ഈ ജനറേഷന് വേണ്ടി കൈമാറുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. And the Holy Spirit descended upon him in bodily, amen, from like a dove. യേശുവിന്റെ നാമത്തിൽ ദേഹരൂപത്തിൽ ചിലർമേൽ ഇറങ്ങാൻ പോകുക. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ചിലർമേൽ ഇറങ്ങാൻ പോകുക. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ. Receive the power. Receive the power. Thank you Lord Jesus. ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ. ഒരു സാന്നിധ്യമായിട്ടല്ല ദൈവമക്കളെ, ഒരു സാന്നിധ്യമായിട്ടല്ല, ദേഹരൂപത്തിൽ നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. I believe I am talking to the right people. ഞാൻ വിശ്വസിക്കുന്നു അത്. ദേഹരൂപത്തിൽ ഇറങ്ങാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ദൈവപുത്രന്മാരാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാഴ്ചകൾ നിങ്ങളെ ഭയപ്പെടും. നിങ്ങൾ വാഴ്ചകളെ കൺട്രോൾ ചെയ്യാൻ പോകുക. നിങ്ങൾ വാഴ്ചകളെയും അധികാരങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പോകുക. നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെ കൺട്രോൾ ചെയ്യാൻ പോകുക. എന്തോ സംഭവിക്കുന്നു, എന്തോ ഒരു ഓവർഫ്ലോ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. എന്തോ ഒരു വലിയ ഓവർഫ്ലോ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. ഒരു സൈന്യം എഴുന്നേൽക്കുന്നത് പോലെ ഞാൻ കാണുന്നു. നിങ്ങളുടെ മേൽ കർത്താവിന്റെ ഒരു പകർച്ച വെളിപ്പെടുന്നു. ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്, വചനം നിങ്ങളുടെ മേൽ ക്രിയ ചെയ്യുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഭയങ്കര ഷിഫ്റ്റിങ്ങും, നിങ്ങളെ നോർത്ത് ഇന്ത്യയിൽ വലിയൊരു ഉണർവ് സംഭവിക്കുന്നു. നിങ്ങളെ കാണുമ്പോൾ ഭൂതങ്ങൾ അലറി വിളിച്ച് പുറത്തു വരാൻ തുടങ്ങും. ചില ലഗിയോനികൾ പറയും നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്ന്. Receive the power. Receive the power. Receive the power. അന്യഭാഷയുള്ളവർ ശക്തമായി അന്യഭാഷകൾ സംസാരിച്ചു, ആത്മാവിന്റെ ഭാഷകൾ സംസാരിച്ചു. കുടുംബത്തിൽ നിന്ന് ദുരാത്മാക്കൾ വിട്ടുമാറുക, അന്ധകാര ശക്തികൾ വിട്ടുമാറുക. ജോയൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു. ഓറൽ തബറ റിഗഡ ദുരവ ശംദൽ പ്രൗഢം ധേരേ അക്ഷസ് ലേഖേ റിഗഡ ദുരവ ശംദൽ പ്രൗഢം ധേരേ അർക്കല റിഗഡം ദുരവ റിഗഡേ ഷാദൽ പ്രൗഢ ലേഖേ റിഗഡ ദുരവ ശംദേ. തൈറോയിഡുകൾ ഹീലായി തുടങ്ങുന്നു. ക്യാൻസറുകൾ വിട്ടുമാറുന്നു. പൈശാചിക ശക്തികൾ വിട്ടുമാറുന്നു.
ലേഖ രഗട ദുരപക്ഷന്തൽ പ്രൗഢധാര അർഗല രഗടം ദുരപക്ഷന്തൽ പ്രൗഢേരി ലേഖ രഗട ദുരപക്ഷന്തേ റേൽഖ സിക്കേരിയന്തരെ ആമേൻ വിഭിന്നാദ് SG എന്നുള്ള ഡിവൈസ് ബ്രദറെ, കർത്താവ് നിങ്ങൾ ഒരു ക്രൗൺ ധരിപ്പിക്കുന്നത് പോലെ ഞാൻ കാണുന്നു. നിങ്ങളുടെ നാവിലൂടെ പുതിയ പാട്ടുകൾ റിലീസാകും യേശുവിന്റെ നാമത്തിൽ. റേൽഖ സിയാന്തരെ ഒരു പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് നിങ്ങളുടെ മേൽ തരും കർത്താവ്. റാൽക്കാശിയ മലേഷ്യയുമായി നിങ്ങളെ കണക്ട് ചെയ്യും, മലേഷ്യയുമായി നിങ്ങളെ കണക്ട് ചെയ്യും. റാക്കാസിയ ചില ബ്രേക്ക് ത്രൂകൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുന്ന ഞാൻ കാണുന്നു. റേഷസ് ഗ്ലോറി അന്തർ പ്രൗഢ അറകൽ പ്രൗഢ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്ത് രോഗശക്തികൾ വിട്ടുമാറട്ടെ കർത്താവേ. അസ്ഥിരോഗങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. സൗഖ്യങ്ങൾ നടക്കട്ടെ. Thank you, Jesus. We give you all glory, Papa. We give you all glory. We give you all glory. Arise, Son of God. Arise. ദൈവപുത്രന്മാരെ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ദൈവപുത്രന്മാരെ, ദൈവപുത്രന്മാരെ എഴുന്നേൽക്കുക. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ നിങ്ങളുടെ മേൽ വരുവാൻ റെഡിയായി നിൽക്കുന്നു. നിങ്ങൾ ആള് മാറിയവരെ പോലെയായി മാറും. നിങ്ങൾക്ക് ഇനി പോരാട്ടമുള്ളത് ജഡത്തിലല്ല. റാഷസ് ഗ്ലോറിയ സൽഖാലിയംറ്റരെ ഷബാരഗസിയംറ്റരെ റൽഖസിയ ആ ഡാലി ഡി ആമേൻ ചിറയത്തുന്നുള്ള ഡിവൈസിൽ അത്ഭുത സൗഖ്യങ്ങൾ കുടുംബത്തിൽ നടക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ. നിങ്ങളെ ചില ക്രൈസിസുകളെ കർത്താവ് എടുത്തു മാറ്റുക. ചില ഹെമൻ റാൽക്കഷിയാഥിരെ മൈൻഡ് പരമായ ഒരു വലിയ ഡെലിവറൻസ് നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കും. ഒരു വലിയ ദൈവപ്രവൃത്തി. ചില അഡിക്ഷൻ സ്പിരിറ്റിനകത്തുനിന്ന് ചിലരെ കർത്താവ് മോചിപ്പിച്ച് അതിനകത്തുനിന്ന് ഒരു സാക്ഷ്യമുള്ള ചിലതിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ഹീലിംഗ് നടക്കുന്നു. ചില ഡിപ്രഷനുകൾ മാറുന്നു. ചില ഡിപ്രഷനുകൾ ഹീലാകുന്നു. ഇന്നൊരു അത്ഭുത സൗഖ്യം നിങ്ങളുടെ മേൽ നടക്കും യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഞാനത് പറഞ്ഞ് ബ്ലസ് ചെയ്യുന്നപ്പ. അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു കർത്താവേ. ഓരോരുത്തരും ബ്ലസ് ചെയ്യുന്നു. We give you all glory, Papa. We give you all glory. In Jesus' name. Amen. 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 Praise the Lord. Hallelujah. വളരെ അനുഗ്രഹപ്രദമായ ദൈവിക സന്ദേശം ഈ രാത്രി ദൈവാത്മ നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആരാണ്? നമ്മെ കർത്താവ് ആരാക്കിയിരിക്കുന്നു. കർത്താവ് നമ്മുടെ മേൽ പകർന്ന പുത്രത്വത്തിന്റെ മഹത്വം എന്താണ്? അതിന്റെ പദവി എന്താണ്? അതിൽ കൂടെ നമ്മുടെ മേൽ പകരപ്പെടുന്ന ആത്മതലം എന്താണ്? അതിനകത്ത് പകരുന്ന പകർച്ചകൾ എന്താണ്? ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു പല കുടുംബങ്ങളും അത് അനുഭവിച്ചത്. ഞാനത് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മീറ്റിംഗ് തുടങ്ങിയ കർത്താവദാസ ശുശ്രൂഷിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഒരു 2 മിനിറ്റ് ഞാൻ അന്യഭാഷ നിർത്തിയോന്ന് എനിക്ക് അറിയില്ല. ഒരു പക്ഷെ ഞാൻ ബൈബിൾ എടുത്തൊന്ന് ധ്യാനിക്കാൻ ഒരു വാക്യം വായിച്ചപ്പോൾ വേണമെങ്കിൽ നിർത്തിയിട്ടുണ്ടാകാം. അങ്ങനെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മുടെ നടുവിൽ മൂവ് ചെയ്യുകയായിരുന്നു. അത് സെൻസ് ചെയ്തവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. അത് മനസ്സിലായവർ, അങ്ങനെ സെൻസ് ചെയ്തവർ കാര്യങ്ങളൊന്ന് വീശി രാമ്യം പറ കർത്താവിന്. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ശക്തിയോടെ നമ്മുടെ അകക്കണ്ണുകൾ തുറന്ന് നമ്മൾ ആരാണെന്നുള്ള വെളിപ്പാടിൽ നമ്മളെ കൊണ്ടുവന്ന് അതിന്റെ മേൽ നമ്മുടെ മേൽ പകരുന്ന ആത്മീയ അനുഭവങ്ങൾ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുകയാണ്. നമ്മൾ കാണും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിനായി, അതോറിറ്റിക്കായി സ്തോത്രം. അങ്ങനെ പുത്രത്വത്തിന്റെ വെളിപ്പാട് വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വ്യക്തിത്വമായി ആളത്വമായി നമ്മുടെ മേൽ ശക്തിയോടെ തന്റെ പകർച്ചകൾ തുറക്കുന്നത്. അങ്ങനെയുള്ള പകർച്ചകൾ വെളിപ്പെടുന്നത് അത് തുറക്കുമ്പോൾ അവിടെ അതോറിറ്റികൾ വെളിപ്പെടും. പൈശാചിക സാമ്രാജ്യത്തിന്റെ മേലുള്ള സകല പദ്ധതികളും പൊളിയാൻ തുടങ്ങും. അങ്ങനെ അധികാരത്തോടെ നിൽക്കുന്ന, വെളിപ്പാടോടെ നിൽക്കുന്ന ഒരു തലമുറയെ ദൈവാത്മ പുറത്തു കൊണ്ടുവരികയാണ്. കർത്താവിന്റെ ദാസനോട് തൃശ്ശൂർ ഷാലോം ഗ്ലോബൽ ഫാമിലിയുടെ പേരുള്ള പ്രത്യേക സ്നേഹത്തെ, നന്ദിയെ ഞങ്ങൾ ഇത്തരത്തിൽ അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ വളരെ അത് പറയുവാൻ വാക്കുകളില്ല. അതുപോലെ പ്രയോജനപ്രദമാണ്. ദൈവവചന വെളിപ്പാടുകൾ അത് അതുപോലെ സ്വീകരിപ്പാൻ ഈ സഭയെയും കർത്താവ് വളർത്തുന്നതിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഒരുമിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ ദാസനെ നമുക്ക് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ വീണ്ടും കർത്താവ് സമൃദ്ധിയോടെ ആഴമായി കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ ദാസൻ രാജ്യങ്ങൾക്ക് പട്ടണങ്ങൾക്ക് എല്ലാം ഒരു അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
അടുത്ത ശനിയാഴ്ചയും കർത്താവിന്റെ ദാസനാണ് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നത്. മിക്ക ശനിയാഴ്ചകളും കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിൽ, മിക്കല്ല എല്ലാ ശനിയാഴ്ചയും കർത്താവിന്റെ ദാസനെ പറഞ്ഞു വെച്ചേക്കുകയാണ്. കർത്താവിന്റെ ദാസനെ കർത്താവ്, കാരണം എനിക്ക് വേദപുസ്തകത്തിൽ നിന്ന് ന്യൂ കവനന്റിനോട് ബന്ധത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് പുത്രത്വം. അത് കർത്താവിന്റെ ദാസൻ അത് ഒരു വിഷയാസ്പദ പഠനമായിട്ടല്ല പഠിപ്പിക്കുന്നത്, അത് നമ്മുടെ അകത്ത് ആത്മാവിലുള്ള വെളിപ്പാടായി നമ്മുടെ നടുവിൽ പകരുന്നതിനായി ഞാൻ കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ആ വെളിപ്പാടിൽ നമുക്ക് നിൽക്കാം. ആ വെളിപ്പാട് വരുമ്പോൾ പ്രകൃതിയെ നമ്മൾ അനുസരിക്കാൻ തുടങ്ങും. ഹലോ, കേരളം ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. ധൈര്യമുണ്ടോ ആ പുത്രത്വത്തിന്റെ വെളിപ്പാടിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ? മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പുത്രത്വത്തിന്റെ വെളിപ്പാടിൽ കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ച കൽപ്പനയിൽ ആ പടക് ശാന്തമാകുകയാണ്, കടല് ശാന്തമാകുകയാണ്. പട്ടണത്തെ നോക്കിക്കൊണ്ട്, കേരളത്തെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം, ധൈര്യത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാം. ഒരു മിനിറ്റ് ഒന്ന് അവരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച ഷാത്തുരാനബ അൽക്കമന ഘടകവന അതരത്തെ തുറന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക. എത്ര വലിയ പ്രതികൂലത്തെയും എത്ര വലിയ പ്രകൃതിയുടെ വിരൂപതകളെയും ശാസിക്കുവാൻ കഴിവുള്ള അതോറിറ്റിയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ദൈവത്തോട് ശാസിക്കാനല്ല പറയേണ്ടത്, കർത്താവേ നീ വിടുവിക്കാനല്ല. ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സംസ്ഥാനത്തിന് മേൽ വ്യാപരിക്കുന്ന എല്ലാ കെടുതികളെയും ഞങ്ങൾ ശാസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശാന്തതയുണ്ടാകട്ടെ. പകൽ രാവ് തമ്മിൽ വേർതിരിഞ്ഞിരിക്കുന്നത് പോലെ ഈ രാത്രി ഞങ്ങളുടെ പട്ടണത്തിന്റെ, ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ കർത്താവ് അവസ്ഥകളെ മാറ്റുന്ന ദൈവകരം ഓപ്പൺ ആകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ ചെയ്യട്ടെ. സമയം വേർതിരിഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഇതിനകത്ത് ബലമുള്ളവരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങളുടെ വിടുതലുകൾ നിങ്ങളുടെ കൈക്കകത്ത് നിങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്ന അതോറിറ്റിയിലാണ്, നിങ്ങളുടെ സ്പിരിറ്റിനകത്താണ് നിങ്ങളുടെ ഭവനത്തിന്റെ വിടുതൽ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. തുറക്കപ്പെട്ട സ്വർഗത്താൽ നിങ്ങളുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന അതോറിറ്റിയാണ് നിങ്ങളുടെ ഭവനങ്ങളുടെ വിടുതലായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആ വെളിപ്പാടിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. നാളെ രാവിലെ നമ്മുടെ ആരാധന 8 മണിക്ക് തന്നെ, 8 മണിക്കാണ് നമ്മുടെ ആരാധന. ബാലഭവനിൽ വെച്ച് നമ്മുടെ ആരാധന സെക്ഷൻ ഉണ്ട്. നമുക്ക് 70 പേർക്ക് വരെ അവിടെ പങ്കെടുക്കാം. നിങ്ങൾ അല്ലാത്തവർക്ക് സൂമിലൂടെ സെക്ഷനിൽ പങ്കെടുക്കുവാനുള്ള സാവകാശം ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ചർച്ചിനകത്തുള്ള സഹോദരന്മാർ, കോയർ ടീം അംഗങ്ങളെല്ലാം നേരത്തെ തന്നെ എത്തിച്ചേരണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരും സമൃദ്ധിയോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ ആശീർവാദത്തോടെ ഇപ്പോൾ അവസാനിപ്പിക്കാം. നാളെ രാത്രി കർത്താവിന്റെ ദാസൻ സൈമൺ ഏലപ്പാറ നമ്മുടെ നടുവിൽ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സെക്ഷൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. കർത്താവിന്റെ ദാസൻ സിജോ പാസ്റ്റർ തിരുവല്ലയിൽ നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിജോ. ഒരു കാര്യം കൂടെ പറയാനായിട്ട് അതുകൊണ്ട് ഒരു കാര്യം പാസ്റ്റർ, ഒരു മിനിറ്റ് പാസ്റ്ററെ, നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ രജനി സിസ്റ്റർ ആണ് ഇന്ന് പകൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. എന്നോട് പ്രിയ കോമള സിസ്റ്റർ, അതുപോലെ ലത സിസ്റ്റർ, സുമ സിസ്റ്റർ ഒക്കെ എന്നോട് നാളെ, അല്ല അവർ എന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരുന്നു. നാളെ ആർക്കെങ്കിലും ഞാൻ ഡേറ്റ് തന്നോ എന്ന് ഓർമ്മയില്ല. ഇന്ന് രാത്രിയാണ് ഈ കാര്യം. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇച്ചിരി തിരക്ക് കൂടുതലായിരുന്നു, അതുകൊണ്ട് എനിക്കത് ഇത് ചെയ്യാൻ പറ്റിയില്ല, ഓർഡർ ആക്കാൻ പറ്റിയില്ല. നാളെ ആർക്കെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി നിങ്ങൾ മെസ്സേജ് ഇടണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ തുടർമാനമായിട്ട് നമുക്കത് നാളെ തന്നെ ഞാനത് ഓർഡർ ആക്കാം. കർത്താവദാസൻ പ്രാർത്ഥിച്ച് 2 മണിക്കൂറെങ്കിലും നിങ്ങൾ വേർതിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമെടുക്കണം. അങ്ങനെയുള്ളവരായിരിക്കണം എനിക്ക് മെസ്സേജ് ഇടേണ്ടത്. അനേകർ തകരുന്നു, അനേകർ ഉടയുന്നു. നമുക്ക് ചെയിനായിട്ട് ദൈവസന്നിധിയിൽ ഇതൊന്നും വരുന്നേക്കാൻ മുമ്പല്ലേ നമ്മളോട് കർത്താവ് അത് പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കാളികളാകുക. ആർക്കും നിർബന്ധമില്ല. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ സെക്ഷൻ അവസാനിപ്പിക്കും. ഒരു പ്രാവശ്യം കൂടെ ടോണി പാസ്റ്ററോട് ഹൃദയം നിറഞ്ഞ ആ സ്നേഹത്തെ, നന്ദിയെ ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. കർത്താവ് സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹപ്പെട്ടതായ നല്ല രാത്രിയോടെ നല്ല സമയത്തിനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വലവനായ ദൈവം ഞങ്ങളെ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ കൊണ്ടുവന്ന വലിയ വലിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. വിശേഷാൽ ഇന്ന് രാത്രി കർത്താവെ കേട്ട ദൈവജനത്തെ ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് രാത്രി വചനം സംസാരിച്ച ഈ ആഭിഷത്തിനെയും കുടുംബത്തെയും നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കാലഘട്ടത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതോ ഞങ്ങളുടെ
നിറയ്ക്കുന്നതുമായ ദൈവത്തിന്റെ വചനം കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തി കർത്താവ് ശക്തിപ്പെടുത്തിനായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക്, കർത്താവ് ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഞങ്ങളുടെ ദാസരുടെ അനുഗ്രഹമായി മാറുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ദിവസം നടക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളെയോ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അധികാരത്തിന്റെ ശുശ്രൂഷ ഇന്ന് രാത്രി കേട്ടതുപോലെ കർത്താവെ കൽപ്പിക്കുവാനുള്ള, ചിലരോട് കൽപ്പിക്കുവാനുള്ള ഒരു അധികാരത്തിൻ്റെതായ മിനിസ്ട്രി ദൈവം ഞങ്ങൾ പകർന്നതിനായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഇന്ന് രാത്രി കർത്താവെ തെക്കിനോടും വടക്കിനോടും പടിഞ്ഞാറോടും കിഴക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. അതേ പ്രതികൂലത്തിനോട് കൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. അതേ ചിലത് ഞങ്ങൾ ബ്രേക്ക് ഇടുമ്പോൾ ഞങ്ങൾക്ക് അനുവാദമുണ്ട്. ഇന്ന് രാത്രി കർത്താവെ പുത്രത്വത്തിന്റെ ആത്മാവ് അതെ ഞങ്ങളെ നിറച്ചനായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓ in the name of Jesus, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ ഒരു നിലവാരങ്ങളിലേക്ക് കർത്താവെ കണ്ടുമാറുകയില്ല കർത്താവെ ചിലതിനോട് കൽപ്പിക്കുവാനുള്ള നിലവാരങ്ങളിലേക്ക് മാറുവാൻ ദൈവം ഞങ്ങളെ അവിടുന്ന് അഭിഷേകത്താൽ നിറച്ച കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഞങ്ങളുടെ സഹിഭാഷന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദാസൻ കർത്താവെ ഹല്ലേലൂയ പ്രവർത്തി നല്ല കാര്യാദികളും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് ഇന്ന് രാവിലെ കാലം നടന്നതുപോലെ ഇന്ന് രാത്രികാലം സ്വർഗ്ഗദാസനെ കർത്താവ് ബലപ്പെടുത്താനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നാളത്തെ ആരാധനയും സ്വർഗം അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ കർത്താവേ. അത് ഓരോ കാര്യാദികളിലും ദൈവത്തിന്റെ കരം കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ കർത്താവെ തുടർമാർ നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക്, മറ്റു വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് കർത്താവെ ഗ്രൂപ്പിലെ പ്രാർത്ഥന ഒരു വിടുതലായി മാറട്ടെ, ഒരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നും വന്നതിനെക്കാട്ടിലും കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ പങ്കെടുക്കുവാൻ കർത്താവെ നീ സഹായിക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പ്രവൃത്തിയായി വെളിപ്പെടുക ഇന്ന് രാത്രി സ്വർഗം ഒരുക്കിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ പ്രതികൂലമായി നിൽക്കുന്ന, പ്രതിസന്ധി നിൽക്കുന്ന, വെല്ലുവിളിക്കുന്ന, പോരാടുന്ന ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോട് ഇന്ന് രാത്രിക്കാലങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അത് ബന്ധിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഉടയപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനായ ദൈവത്തിന്റെ അതേ കർത്താവെ അത്ഭുതങ്ങൾ, അതേ കർത്താവ് ദിവസങ്ങൾ നടക്കുന്ന പ്രാർത്ഥനയിൽ നടക്കുന്നവണ്ണോ ഓ സ്വർഗം ചെയ്യണമേ ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഒരിക്കൽ കൂടെ കർത്താവെ ഭാഷ കുടുംബത്തെയോ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. നാളത്തെ യോഗത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യമേ ഞങ്ങളുടെ കൂടി നാട്ടെ. സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തന്നെ. ദൈവം നമ്മുടെ പ്രാർത്ഥനകനായി സ്വനിതാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തനായി സ്വനിതാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശിച്ച് നമ്മെ വഴിയെടുത്തുന്ന പരിശുദ്ധമായ സംസർഗവും കാവലും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ചോട് ലോകത്തിലെ സാരശുദ്ധ നാളത്തെ യോഗത്തോടോ കർത്താവായ യേശു രണ്ടാമത്തെ മടങ്ങിലുണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് ജയം നൽകി തന്ന ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണം.